എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇവിടെ ഇങ്ങനെ ഒരു വളരെ ഗ്രാൻഡായിട്ടുള്ള ഒരു മീറ്റ് സംഘടിപ്പിച്ച വയനാട് എസൻസ് ഗ്ലോബലിന് എൻ്റെ അഭിനന്ദനങ്ങൾ. വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു കണ്ടക്റ്റായിരുന്നു. ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു മനുഷ്യാവകാശ പ്രശ്നത്തെക്കുറിച്ചാണ്. എൻ്റെ പേര് മുണ്ടനം എന്നാണ്. മുണ്ടനം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും തലമുട്ടയടിക്കുക എന്ന് പറയും. തലമുട്ടയടിച്ചിട്ട് തെരുവിൽ കൂടെ നടത്തുക, അപമാനിക്കുക, നിന്ദിക്കുക, ക്രൂശിക്കുക എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. മുണ്ടനം ചെയ്യപ്പെട്ട ജീവിതം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ജനത അവരുടെ അവകാശങ്ങളും അധികാരങ്ങളും പ്രിവിലേജുകളും ഒക്കെ നഷ്ടപ്പെടുകയും മുണ്ടനം ചെയ്യപ്പെട്ട രീതിയിൽ ജീവിക്കാൻ വിധിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ടൈറ്റിലിൻ്റെ അർത്ഥം. ഞാൻ സംസാരിക്കാൻ പോകുന്നത് വീഗർ മുസ്ലിംസിനെ കുറിച്ചാണ്. വീഗർ എന്ന് പറയും, ചിലർ ഉയ്ഗർ എന്ന് പറയും, ചിലർ ഈഗർ എന്ന് പറയും. പല പ്രൊനൗൺസിയേഷനുണ്ട്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന രാജ്യം ചൈനയാണ്. അനിൽകുമാറിൻ്റെ രാജ്യം. ചൈന ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ രാജ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ ഏരിയാസ് അതിന് ഉൾപ്പെടുത്തുന്നു എന്നുള്ളതിനെ ആശ്രയിക്കും. 2ആണോ 3ആണോ 4ആണോ അതിൻ്റെ വലിപ്പം എന്നുള്ളത്. നോർമലി 3ആണ് നമ്മൾ എടുക്കുന്നത്. ഇതാണ് ചൈന. ചൈന ഇന്ത്യയുടെ ഏതാണ്ട് 3 ഇരട്ടിയിലധികം ഉണ്ട്. വലിയ രാജ്യമാണ്. 135 കോടി അല്ലെങ്കിൽ 140 കോടി ജനങ്ങളുണ്ട്. നമ്മളുടെ അത്രയും ജനസംഖ്യയുണ്ട്. നമ്മുടെ 3 ഇരട്ടി വലിപ്പമുണ്ട്. അവിടെ 33 അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻസ് ആണുള്ളത്. നമ്മുടെ സംസ്ഥാനങ്ങൾ പോലെ 33-ൽ 22 പ്രോവിൻസസ്, 5 സ്വയംഭരണ പ്രദേശങ്ങൾ, 4 മുനിസിപ്പാലിറ്റീസ്, 2 സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻസ്. അത് ഹോങ്കോങ്ങും തൈവാനുമാണ് ഉദ്ദേശിക്കുന്നത്. ഹോങ്കോങ് എന്ന് പറയുന്നത് 1997 ബ്രിട്ടീഷുകാർ വിട്ടിട്ട് പോയ ഭാഗമാണ്. അവിടെ ഇപ്പം ചൈനയുടെ ഭാഗമാണ്. പിന്നെ തൈവാൻ എന്ന് പറയുന്ന രാജ്യം. തൈവാൻ എന്നൊക്കെറിയാം 2 ചൈനയുണ്ട്. ഒന്ന് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പറയുന്ന ഇന്നത്തെ ചൈനയും, റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പറയുന്ന ചിയാങ് കൈഷക്കിൻ്റെ ചൈനയും. ചിയാങ് കൈഷക്ക് എന്ന അഭയം പ്രാപിച്ച സ്ഥലമാണ് തൈവാൻ. തൈവാൻ ഇപ്പോഴും ഒരു രാജ്യം എന്ന നിലയിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. ചൈന സമ്മതിക്കുന്നില്ല. അതാണ് അതിനകത്തൊരു പ്രശ്നം. ഇതാണ് ചൈന. ഈ ചൈനയുടെ ഏറ്റവും മേളിൽ നിങ്ങൾ കാണുന്ന ആ നീല നിറത്തിലുള്ള അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള 2 സ്ഥലം നോക്കുക. അതിനാണ് സിൻജിയാങ് എന്ന് പറയുന്നത്. സിൻജിയാങ്ങിന് താഴെ നിങ്ങൾ കാണുന്ന ടിബറ്റ്. ടിബറ്റ് നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയ സ്ഥലമാണ് ടിബറ്റ്. ഈ 2 സ്ഥലങ്ങളിലൂടെ ഏതാണ്ട് ചൈനയുടെ എത്ര ഉണ്ടെന്ന് നോക്കുക. ഈ സിൻജിയാങ് തന്നെ 6-1 ചൈനയുടെ. ഈ 6-1 ഭാഗത്ത് ശരിക്കും 2.5 കോടി ജനങ്ങളേ ഉള്ളൂ. ഈ സിൻജിയാങ് മാത്രം ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ ഏതാണ്ട് പകുതിയോളം വരും. ഇന്ത്യയുടെ ജനസംഖ്യ 138 കോടിയാണെങ്കിൽ ആ പകുതിയോളം വരുന്ന സിൻജിയാങ്ങിലെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 2.5 കോടിയാണ്. അപ്പം അവിടെ മുഴുവൻ ഇതായിട്ടുള്ള ഡെസേർട്ടായിട്ടുള്ള സ്ഥലങ്ങളാണ്, ഉയർന്ന പ്രദേശങ്ങളാണ്, ജനസംഖ്യ വളരെ കുറവാണ്. ഈ 2.5 കോടിയിൽ ഏതാണ്ട് പകുതിയോളം 1 കോടി മുതൽ 1.25 കോടി വരെ വരുന്ന ജനങ്ങളാണ് ഉയ്ഗർ എന്നോ വീഗർ എന്നോ അല്ലെങ്കിൽ ഈഗർ എന്നോ ഒക്കെ നിങ്ങൾ വിളിക്കുന്ന മുസ്ലിം ജനവിഭാഗം. ആക്ച്വലി അവർ ടർക്കിഷാണ്. അവരുടെ റൂട്ട്സ് ടർക്കിയാണ്. ഈസ്റ്റ് ടർക്കിസ്ഥാൻ എന്നാണ് ഇത് പണ്ട് അറിയപ്പെട്ടിരുന്നത്, ഈ സ്ഥലം. ഇവിടെ എന്താണ് പ്രശ്നം നോക്കാം. ചൈന ഒരു രാജ്യം എന്ന നിലയിൽ ഇത്ര ശക്തമായി നിലനിൽക്കുന്നതിൻ്റെ ഒരു കാരണം, പലരും കരുതണം ചൈനീസ് ആർമിയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഒന്നുമല്ല. കാരണം ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയാൽ പോലും ചൈനയ്ക്ക് ഇതേപോലെ നിൽക്കാൻ കഴിയും. കാരണം അവർക്ക് വലിയൊരു എത്തനിക് ഐഡൻറ്റിറ്റി ഉണ്ട്. ഇപ്പം ഇന്ത്യയിൽ ഏതൊക്കെ വംശത്തിലുള്ള ജനങ്ങളാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരുണ്ട്. നാഗാസ് ഉണ്ട്, ദ്രവീഡിയൻസ് ഉണ്ട്, പല വംശം, എത്തനിക് ഐഡൻറ്റിറ്റി വളരെ വ്യത്യാസമാണ്. പക്ഷേ ചൈനയിൽ 92% ജനങ്ങളും ഒറ്റ ഐഡൻറ്റിറ്റിയാണ്. അതിനാണ് ഹാൻ എന്നാണ് പറയുന്നത്. ചൈനീസ് ഹാൻ എന്നാണ് അവർ അറിയപ്പെടുന്നത്. അത് കാരണം അവർക്കൊരു ഒരു ഏകതാനത തോന്നും. മറ്റൊന്ന്, ചൈന എന്ന് പറയുന്ന രാജ്യം ഒരു സിവിലൈസേഷൻ കൺട്രിയാണ്. നാഗരികത, ചൈനയുടെ ചരിത്രം, അതിൻ്റെ സംസ്കാരം, അതിൻ്റെ രീതികൾ, ഇതൊക്കെ കൊണ്ടിങ്ങനെ ബൗണ്ട് ചെയ്യപ്പെട്ട ഒരു ജനതയാണ് ചൈനീസ് ജനത എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങളാണ് ചൈനയുടെ നാഷണാലിറ്റിയുടെ പ്രധാന അടിസ്ഥാനങ്ങൾ. ഒന്ന് അവരുടെ എത്തനിസിറ്റി, 2 അവരുടെ സിവിലൈസേഷൻ. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി
ഉണ്ട്, ആർമി ഉണ്ട്, എല്ലാം കൂടെ അതൊരു രാജ്യമായിട്ട് നിൽക്കുന്നു. ചൈനയിൽ നിന്ന് വിട്ടുപോവുക അത്ര എളുപ്പമല്ല. ചൈനയിലെ ദേശീയ നേതൃത്വത്തിനെതിരെ പ്രതിഷേധിക്കുക അത്ര എളുപ്പമല്ല. ഇറ്റ്സ് എ വെരി സ്ട്രോങ് കൺട്രി, പെർഹാപ്സ് ദ സ്ട്രോങ്ങസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതാണ് ഹാൻ ചൈനീസ്, ഇങ്ങനെ ഇരിക്കും, ലുക്ക് ലൈക്ക് റൈറ്റ്. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ചൈനയിൽ മൊത്തത്തിൽ ഒരു 2.32 കോടി അത്രയും മുസ്ലിങ്ങളുണ്ടാവും. അതായത് 138 കോടി ജനങ്ങളിൽ 2.5 കോടി മുസ്ലിങ്ങൾ എന്ന് പറയും. അതുകൊണ്ട് അവരുടെ ജനസംഖ്യയുടെ ഒരു 1.6% ഉള്ളൂ മുസ്ലിംസ്. പക്ഷേ കൂടുതലും ഈ റീജിയനിലാണ്, ഞാൻ കാണിച്ച സിൻജിയാങ് റീജിയനിലാണ്. പിന്നെ എല്ലാ നാഷണാലിറ്റിയിലും പെട്ട മുസ്ലിങ്ങളുണ്ട്. പക്ഷേ സിൻജിയാങ്ങിലാണ് അവരെ മുസ്ലിങ്ങൾ ജനസംഖ്യയുടെ തന്നെ പകുതി. സിൻജിയാങ് എന്ന് പറയുന്ന ഈ സ്ഥലം ഉണ്ട്, ഞാൻ ആദ്യം കാണിച്ച ഇത് ഉത്തർപ്രദേശിൻ്റെ 7 ഇരട്ടിയുണ്ട്. ഉത്തർപ്രദേശിലെ ജനസംഖ്യ 23 കോടിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും എത്ര ഡെസേർട്ട് ലൈക്ക് പ്ലേസ് ആണ്. ഇത് ഞാൻ വേറെ രീതി കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഈ രണ്ട് സ്ഥലങ്ങളും ചൈനയുടെ 2 വ്രണങ്ങളാണ്. ഒന്ന് ടിബറ്റും മറ്റൊന്ന് സിൻജിയാങ്. ചൈന എത്രയൊക്കെ പറഞ്ഞാലും രണ്ടിടത്തും ആൾ കുറവാണ്, സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. ടിബറ്റിൻ്റെ ഏതാണ്ട് 1.5 ഇരട്ടിയോളം ഉണ്ട് സിൻജിയാങ്. ഈ 2 സ്ഥലം കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനയുടെ ഒരു 6ൽ 2 ഭാഗം വരും. ഏതാണ്ട് 30% ചൈനീസ് ജിയോഗ്രഫി എന്ന് പറയുന്ന ഈ 2 ഓട്ടോണമസ് ആണ്. ഓട്ടോണമസ് ഇൻ ദ സെൻസ് സ്വയംഭരണമാണ്. പക്ഷേ സ്വയംഭരണം എന്ന് പറയുന്നെങ്കിലും അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതൃത്വത്തിലുള്ള ആളുകളെല്ലാം തന്നെ ബെയ്ജിങ്ങിൽ നിന്ന് പറഞ്ഞു വിടുന്ന ആളുകൾ മാത്രമേ അവിടെ ഉള്ളൂ. ടിബറ്റ് ആയാലും കൊള്ളാം, സിൻജിയാങ് ആയാലും കൊള്ളാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന ആളുകളെ ഈവൻ അവിടെ പള്ളിയിൽ ആര് പ്രസംഗിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. എന്ത് സെർമണാണ് പ്രസംഗിക്കണം, എന്ത് പ്രസംഗമാണ് ചെയ്യേണ്ടത്, അത് വരിയൊക്കെ അവർ കറക്റ്റ് ചെയ്ത് കൊടുക്കും, ചുനുപ്പൊക്കെ ഇട്ട് കൊടുക്കും, ഡ്രാഫ്റ്റൊക്കെ എഴുതി കൊടുക്കും. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഹോൾഡ് എല്ലാ കാര്യത്തിലുണ്ട്. നമ്മൾ ഈ പറയുന്നോണം കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ആഹാരത്തിലും എന്നൊക്കെ പറയുന്നോണം അങ്ങനെ പാർട്ടി ഇങ്ങനെ നിൽക്കുകയാണ്, പതഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഈ 1.25 അല്ലെങ്കിൽ 1 കോടിയിലധികം വരുന്ന ഈ ബീഗർ മുസ്ലിംസ്, ഞാൻ ബീഗർ എന്ന് പറയാം, കൂടുതൽ ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പറയുന്നത്. ഇവരിൽ 7ൽ ഒരാൾ ജയിലിലാണ് എന്നാണ് പൊതുവിൽ നമ്മളിപ്പോൾ പറയുന്നത്. 1 out of 7 അവർ ജയിലിലാവുന്നതിൻ്റെ കാരണം, ജയിലെന്ന് പറയുന്ന ഒരു സങ്കല്പം സാധാരണ ജയിലല്ല, പക്ഷേ ഡിറ്റൻഷൻ ക്യാമ്പുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് നമ്മൾ അഭയാർത്ഥികൾക്കുള്ള ക്യാമ്പുകളാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ജ്യൂസിനെയൊക്കെ അറിയാമല്ലോ, ഹിറ്റ്ലറിൻ്റെയൊക്കെ കാലഘട്ടത്തിലുള്ള. ഇത് രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സാധനമാണ്. ബേസിക്കലി സ്വന്തം ജനതയെ വലിയ വലിയ ക്യാമ്പുകളിൽ കൊണ്ടുവന്നിടുകയാണ്. അതിനെന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരിൽ നിന്ന് മതം കുടഞ്ഞു കളയുക. അതാണ് ആദ്യം ചെയ്യുന്നത്. മതം ഒരു മനുഷ്യനിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവൻ എത്ര നല്ലവനായി തീരുമെന്ന് നമുക്കറിയാം. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന ചെയ്യാൻ ശ്രമിക്കുന്നത്. മതപരമായ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ ഇതെല്ലാം തന്നെ ഇല്ലാതാക്കുക. പിന്നെ അവരുടെ ഭാഷ, അവരുപയോഗിക്കുന്ന ഒരു ടർക്കിഷ് ലാംഗ്വേജാണ്. അത് വിട്ടിട്ട് ചൈനയുടെ മുഖ്യധാര ഭാഷയായിട്ടുള്ള മൻഡാരിൻ സംസാരിക്കാൻ പ്രേരിപ്പിക്കുക. ചൈനയുടെ പാർട്ടി, പ്രധാന പാർട്ടിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന, അവരുടെ സൂക്തങ്ങൾ, മാവോയുടെ കീർത്തനങ്ങൾ, പാർട്ടിയുടെ ശക്തിയെക്കുറിച്ചുമൊക്കെ ഇങ്ങനെ പ്രശംസിക്കാനായിട്ട് പ്രേരിപ്പിക്കുക. ഇത് ഈ ക്യാമ്പുകളിൽ പിടിച്ചുകൊണ്ട് പോയിട്ട്, അല്ലെങ്കിൽ ഈ വാട്ട് ഈസ് കോൾഡ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറയാവുന്ന വലിയ ക്യാമ്പുകളിൽ കൊണ്ടിട്ട് ഈ മനുഷ്യരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾ, അതായത് വീഗർ മുസ്ലിംസ് എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിൻജിയാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് നോൺ ആസ് പുതിയ ഒരു ഭൂവിഭാഗം എന്നുള്ളത്, ന്യൂ ഫ്രോണ്ടിയർ എന്നാണ് അറിയപ്പെടുന്നത്. ബ്രോട്ട് അണ്ടർ ബീജിങ്സ് കൺട്രോൾ ഇൻ എൻറ്റയർലി ഡ്യൂറിങ് ദ 19th century. 19ാം നൂറ്റാണ്ടിലാണ് ഈ ഭാഗം ചൈനയുടെ കൂടെ വരുന്നത്. 1933 സിവിൽ വാറിൻ്റെ സമയത്ത് യുഗർ ലീഡേഴ്സ് ഇൻ ദ ഏൻഷ്യന്റ് സിൽക്ക് റോഡ് സിറ്റി ഓഫ് കാഷ്കർ ഡിക്ലെയർഡ് ഷോർട്ട് ലിവ്ഡ് സെൽഫ് ഇൻഡിപെൻഡൻസ്. ഇവർ 1933 ഈ സിൻജിയാങ് എന്ന് പറയുന്ന പ്രദേശം ഓട്ടോണമസ് ആയിട്ട് സ്വയം പ്രഖ്യാപിച്ചാണ്. പക്ഷേ അത് വളരെ കുറച്ച് നേരം മാത്രമേ നീണ്ടുന്നുള്ളൂ. പിന്നീട് 1949 മാവോ വന്ന് കീഴടക്കിയപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചൈനയുടെ ഭാഗമായി. മാവോ അവിടെ കറക്റ്റായിട്ട് പാർട്ടിയുടെ ആൾക്കാരെ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും മറ്റു കാര്യങ്ങളിലും നിയമിച്ചു. നിങ്ങളിത് കാണുന്നത് ഇപ്പോൾ ആ ജനങ്ങളെ പിടിച്ച് ക്യാമ്പിൽ ഇട്ടിരിക്കുന്നതാണ്. ഇതിനെ ചൈന പറയുന്നത് എഡ്യൂക്കേഷൻ ക്യാമ്പുകൾ എന്നാണ്, വിദ്യാഭ്യാസ സ്കൂളുകൾ എന്നാണ്, ട്രെയിനിങ് സ്കൂളുകൾ എന്നാണ് പറയുന്നത്.
ഇത് ഇനി ഇതിലൊരു രസം നോക്കി കഴിഞ്ഞാൽ ഈ സിൻജിയാങ്ങിൻ്റെ ഒരു വലിയൊരു ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ചേഞ്ച് നടന്നിട്ടുണ്ട്. 1949 ചൈന ഉണ്ടാകുമ്പോൾ അവിടെ ഏതാണ്ട് 80% ഈ വീഗം മുസ്ലിംസാണ് ഉണ്ടായിരുന്നത്. 4% ഹാൻ വംശജരായിട്ടുള്ള ചൈനീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ജനസംഖ്യ കൂട്ടിയാൽ അധികാരം പിടിച്ചെടുക്കാം, മേധാവിത്വം പിടിച്ചെടുക്കാം എന്നുള്ളത് ഇറ്റ്സ് കോമൺ ലോജിക്കാണല്ലോ. അത് മതങ്ങൾ ചെയ്യാറുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യാറുണ്ട്, എല്ലാവരും ചെയ്യാറുണ്ട്. അപ്പോൾ ഇവർ ചെയ്തിട്ടുള്ളത് അവിടെയുള്ള 80% വരുന്ന വീഗം മുസ്ലിംസിൻ്റെ എണ്ണം കുറച്ചുകൊണ്ട് വരിക. അതോടൊപ്പം തന്നെ ഹാൻ എന്ന് പറയുന്ന വംശത്തിൽപ്പെട്ട മറ്റ് ചൈനക്കാരുണ്ടല്ലോ, ചൈനയുടെ മെയിൻലാൻഡിൽ, അവരെ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുക. എന്നിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ഹാൻ വർഗ്ഗക്കാർക്ക് കൂടുതൽ സഹായങ്ങൾ കൊടുക്കുക, ജോലി കൊടുക്കുക, അവർക്ക് അസിസ്റ്റൻസ് കൊടുക്കുക. അപ്പോൾ ഈ 4% 1949 ഹാൻ വർഗ്ഗക്കാരുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 2020 വരുമ്പോൾ അവർ 42 മുകളിലാണ് എന്നാണ് കണക്ക്. അതായത് 4% നിന്ന് 1949 നിന്നും 2021 വരുമ്പോൾ അത് 42% വർദ്ധിച്ചിരിക്കുന്നു. അതേസമയം 82% ഉണ്ടായിരുന്ന വീഗം മുസ്ലിംസ് അവിടുന്ന് കുറഞ്ഞ് 45 താഴെ പോയിരിക്കുന്നു. ചൈനയുടെ കളി വളരെ കൃത്യമായി തങ്ങൾക്ക് വേണ്ടാത്ത ആളുകളെ കുറച്ചു. അതിനുപയോഗിക്കുന്നവർ പ്രധാനമായിട്ടും പല കാര്യങ്ങളാണ്. ഒന്ന്, ആളുകളെ മതം ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുക. മറ്റൊന്ന്, ബർത്ത് റേറ്റ് കുറയ്ക്കുക. ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മതങ്ങളും ബർത്ത് റേറ്റ് കൂട്ടിയാണ് അവർ ആധിപത്യം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഈ വീഗറിൻ്റെ ഇടയിൽ ബർത്ത് റേറ്റ് വലിയ തോതിൽ കുറവാണ്. എങ്ങനെ? ചൈനയിൽ മൊത്തം കുറയുന്നു, അതിനേക്കാൾ വളരെയധികം കുറയുന്നു എന്നുള്ളതാണ്. ചൈനയിലെ ബർത്ത് റേറ്റ് വൻതോതിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതുമായിട്ട് തടിച്ചു നോക്കുമ്പോൾ തന്നെ അതിൻ്റെ 1/3 ഈ വീഗം മുസ്ലിംസിൻ്റെ ബർത്ത് റേറ്റ് കുറയുന്നത്. അതിനവരെ കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കാനായിട്ടും പല പല രീതിയിലുള്ള പ്രൊമോഷൻ ലിറ്ററേച്ചർ, പിന്നെ ഒരു കുട്ടി മാത്രമാണെങ്കിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ, ഒന്നിലധികം കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണ് ഈ വൺ ചൈൽഡ് പോളിസി. 2016 ചൈന ഉപേക്ഷിച്ചാണ്. പക്ഷേ ഇവിടെ ഇപ്പോഴും അതങ്ങനെ തന്നെയൊക്കെയാണ് പോകുന്നത്. അതാണൊരു വലിയ ഒരിത്. ഞാൻ പിന്നെ സ്ക്രിപ്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇതാണ് ഒരു വീഗ മുസ്ലിമിൻ്റെ ഒരു പരമ്പരാഗത വേഷം. ഈ സിൻജിയാങ്ങിൻ്റെ തലസ്ഥാനമായിട്ടുള്ള സ്ഥലമാണ് റംകി എന്ന് പറയുന്ന സ്ഥലം. റുംകി എന്നോ റംകി എന്നോ ഉറുമിച്ചി, ഇംഗ്ലീഷിൽ ഇങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്. ഉറുമിച്ചി. വെർ ഇസ് എ ചാദേർ? റുംചി, റുംകി, റുംകി ഓർ റുംചി. ഓക്കെ, ചൈനീസ് വാക്കുകൾ പ്രൊനൗൺസ് ചെയ്ത് കറക്റ്റ് ആവാന്നുള്ള ആഗ്രഹം എനിക്ക് എന്തായാലും ഇല്ല. എനിവേ, നോട്ട് റുംകി, ഉറുമുച്ചി. ഓക്കെ. ഇവിടെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ ഇതൊരു വലിയൊരു എന്താ പറയുക ഡെസലേറ്റഡ് ഏരിയ ആണെങ്കിലും ഈ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് വളരെ അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളും വലിയ വലിയ നഗര സംവിധാനങ്ങളും ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ 75% ഹാൻ വംശജരാണ്. അവിടെ മുഖ്യധാര, അതായത് തലസ്ഥാനം മുഴുവൻ ചൈനയുടെ ഗവൺമെൻറ്റിൻ്റെ ആളുകളാണ്, അല്ലെങ്കിൽ മുഖ്യധാര ചൈനയുടെ ആളുകളാണ്. ബാക്കി ഏരിയസിലാണ് ഈ വീഗർ മുസ്ലിംസ്. എന്താ ഈ വീഗറിന് എന്താണ് ചൈനീസിൽ കറക്റ്റ് പറയുന്നത്? ഇല്ല. സോ ഐ ഹാവ് സെഡ്. ഓക്കെ. ഇനി ഇവിടെ ഒരു പ്രധാന പ്രശ്നമുള്ളത് ഈ 9/11 അറ്റാക്ക്, 9/11 അറ്റാക്ക്, 9/11 അല്ല, 9/11 അറ്റാക്ക് നടന്നതിന് ശേഷം അവിടെ ഒരു ഫ്രീഡം ഫൈറ്റേഴ്സ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു, തർക്കസ്ഥാൻ ഇസ്ലാമിക് മൂവ്മെൻറ്റ്, ETIM എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ. ഇതിനെ US ബാൻ ചെയ്തിട്ടുള്ള ഭീകര പ്രസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. കാരണം 2003 2013 ഈ അൽഖ്വയ്ദ, ഐസിസ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി 2 വലിയ ലഹളകൾ ഈ സിൻജിയാങ്ങിൽ നടന്നു. 2003 അവിടെയുള്ള ഹാൻ വർഗ്ഗക്കാരെ ആക്രമിക്കുകയാണ്. 200 ഹാൻ വർഗ്ഗക്കാർ കൊല്ലപ്പെടുന്ന ഒരു വലിയൊരു ലഹളയുണ്ടായി. 2014 ഉണ്ടായി. അതൊരു സ്റ്റാബിംഗ് ആയിരുന്നു. കത്തിയുമായിട്ട് നടന്ന് കുറച്ച് ഈ വീഗർ മുസ്ലിംസ് ചെന്ന ആളുകളെ കുത്തി 10-35 പേരെ കൊന്നു. ഈ 2 സംഭവം ആയപ്പോഴത്തേക്ക് ചൈന ഈ സിൻജിയാങ് പ്രവിശ്യയെ മൊത്തത്തിൽ പണി കൊടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് അവരെ ഈ വലിയ വലിയ ക്യാമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആമസോണിൻ്റെ ഗോഡൗൺ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതേപോലെ ഇരിക്കും, നല്ല നീളത്തിൽ ഇങ്ങനെ കിടക്കും. ഇതിനകത്ത് ആളുകൾ കയറിയിരുന്ന് രാവിലെ വരണം, വൈകുന്നേരം സ്കൂൾ ബസ് പോലെ വീട്ടിൽ പോവും. താടി
ഇസ്ലാമിക രീതിയിൽ താടി വളർത്താൻ പാടില്ല. ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ താടി വളർത്താം. കാരണം അവർക്ക് ചിലപ്പോൾ ഇതൊക്കെ ഷേവ് ചെയ്യുന്നതിനൊക്കെയുള്ള ബുദ്ധിമുട്ട് കാണുമല്ലോ, കൈ വിറയലോ ഒക്കെ വരുന്നു, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. പിന്നെ അവരുടെ ഭാഷ ഉപയോഗിക്കാൻ പറ്റില്ല. ഖുറാൻ തന്നെ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ചാൽ തന്നെ അതിനകത്ത് എഡിറ്റ് ചെയ്തിടും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എഡിറ്റ് ചെയ്ത് കൊടുത്ത ഖുറാനാണ് ബേസിക്കലി അവർ ഉപയോഗിക്കുന്നത് സിൻജിയാങ്ങിൽ. പിന്നെ ഖുറാന് അവർ പ്രദർശിപ്പിക്കാൻ പാടില്ല. റമദാൻ ദിവസം ഫാസ്റ്റിംഗ് പാടില്ല. എന്തൊക്കെ ചെയ്യാൻ അവരാഗ്രഹിക്കുന്നു ഇസ്ലാമിക ട്രഡീഷനിൽ, അതിനെല്ലാം നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കഴിഞ്ഞ ഒരു 10 വർഷമെങ്കിലും ആയിട്ട് ഇത് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ സിൻജിയാങ്ങിലെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മോഡറേറ്റ് ഇസ്ലാമാണ്. മോഡറേറ്റ് ഇസ്ലാം എന്ന് പറയുമ്പോൾ ഒരു സൂഫിസോ ഒക്കെ കലർന്ന, അത്ര വലിയ ഇതായിട്ടുള്ള, നമ്മുടെ കസാക്കിസ്ഥാനിലൊക്കെ നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ പഴയ റഷ്യൻ മുസ്ലിം രാജ്യങ്ങളുണ്ടല്ലോ സോവിയറ്റ് യൂണിയനിൽ, അതേപോലെ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള സമാധാനപ്രിയരായിട്ടുള്ള മനുഷ്യരാണ്, സൂഫിസം ഒക്കെയാണ്. പക്ഷേ അവരുടെ മേൽ വലിയ തോതിലുള്ള റാഡിക്കലൈസേഷൻ നടക്കുന്നു എന്നാണ് ചൈനയുടെ ഒരു ആക്ഷേപം. റാഡിക്കലൈസേഷൻ എന്ന് വെച്ചാൽ തീവ്രവാദം. ഈ തീവ്രവാദം വന്നതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ ഇവർക്കെതിരെ വലിയ തോതിലുള്ള അടിച്ചമർത്തൽ വരുന്നത്. പക്ഷേ അതിനു മുന്നേ തന്നെ ഇത് ഈ ചോക്ക് ആൻഡ് ചീസ് ആയിരുന്നു, തമ്മിൽ ചേരില്ല. ഈ ചൈനയുടെ പാർട്ടിയും ഇസ്ലാമും തമ്മിൽ എങ്ങും ചേരില്ല യഥാർത്ഥത്തിൽ. എവിടെയെങ്കിലും വ്യക്തമായ ആധിപത്യം കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനെ, കാരണം 2 മതങ്ങളാണല്ലോ, 2 മതങ്ങൾ തമ്മിൽ ഒന്നുകിൽ മതസൗഹാർദ്ദം അല്ലെങ്കിൽ മതലഹള, ഈ 2 കാര്യങ്ങൾ മാത്രമേ നടക്കുള്ളൂ. ചൈനയിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം അതാണ്. അവിടെ മതലഹളയാണ് നടക്കുന്നത്, മതസൗഹാർദ്ദത്തിൻ്റെ കാര്യമില്ല. കാര്യം ഒരു മതത്തിന് എല്ലാ ആയുധങ്ങളും എല്ലാ ശക്തിയും ഒരു മതത്തിന് കിട്ടുമ്പോൾ മറ്റേ മതത്തെ അത് അടിച്ചമർത്തും. 2 പേരും ഈക്വലൊക്കെ ആണെങ്കിൽ ഭയങ്കര ദോസ്തുക്കളായിരിക്കും, പരസ്പരം ഭയങ്കര ബഹുമാനവും ഭയവും ഒക്കെ ആയിരിക്കും. പക്ഷേ ചൈനയിൽ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇസ്ലാമിനെതിരെയുള്ള നയമാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഇനി ഞാൻ മൈഗ്രേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഫ്രം 1949 to 2000, ഞാനത് മുമ്പേ പറഞ്ഞാണ്, ഉയ്ഗർ പോപ്പുലേഷൻ ഇൻക്രീസ്ഡ് ബൈ 1.5 times. 49 മുതൽ 2000 വരെ ഈ ഇവരുടെ വീഗർ പോപ്പുലേഷൻ 1.5 ഇരട്ടി വർദ്ധിച്ചു. അതേസമയം അവിടുത്തെ ഹാൻ പോപ്പുലേഷൻ 25 ഇരട്ടി വർദ്ധിച്ചു. ഒരാൾ നോർമലി 1.5 ഇരട്ടി വർദ്ധിക്കുമ്പോൾ മറ്റേ ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു 10 വർഷം കൂടെ കഴിയുമ്പോൾ ഈ വീഗേഴ്സ് സിൻജിയാങ്ങിൽ ന്യൂനപക്ഷമാവും. ഇപ്പം തന്നെ അവർ ന്യൂനപക്ഷമാണ്, ലെസ് ദാൻ 50 ആണ്. ഇനി അതിലും കുറഞ്ഞു വരികയും ഹാൻ ഇങ്ങനെ കയറി വരികയും ചെയ്യും. ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മാർജിനലൈസേഷൻ ഓഫ് എ മൈനോറിറ്റി എന്നുള്ളതാണ്. ഇത് നല്ല രസമല്ലേ ഇങ്ങനെ ചെയ്യാൻ? പുറത്ത് നാളെ ഇത് തന്നെയാണ് കാശ്മീരിൽ ഇന്ത്യ ചെയ്യുന്നു എന്ന് നല്ലൊരു ആരോപിച്ചു. പക്ഷേ ഇന്ത്യക്ക് അത് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യം കാശ്മീരിൽ പുറത്ത് ആൾക്കാർക്ക് വന്ന് താമസിക്കാൻ പറ്റില്ലായിരുന്നു, ഭൂമി വാങ്ങിക്കാൻ പറ്റില്ലായിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ ഈ 370 എടുത്തു കളയാൻ ഇപ്പം അബ്രഗേറ്റ് ചെയ്തതല്ല, ശരിക്കും അത് ഇനേർട്ടാക്കി കഴിഞ്ഞു. ഫ്രീസ് ചെയ്തതിലൂടെ ഉദ്ദേശിക്കുന്ന അവിടെ ആളുകൾക്ക് സ്ഥലം വാങ്ങിക്കാനും പുറത്തുനിന്ന് ആളുകൾക്ക് വന്ന് താമസിക്കാനുമാണ്. കാരണം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ പുറത്തുനിന്ന് ആളിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഡെമോഗ്രാഫിക് ബാലൻസ് മാറുകയാണ്. ഈ ഭൂരിപക്ഷം വരുന്നവരെ ക്രമേണ ന്യൂനപക്ഷമാക്കി എടുക്കുകയാണ്. ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കളിയാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ നോക്കുക, ഗ്രാഫ് കാണാൻ പറ്റുമെന്നറിയില്ല. ഇനി മറ്റു നോക്കുകയാണെങ്കിൽ അവിടുത്തെ നിങ്ങൾ സിൻജിയാങ്ങിൽ ചെല്ലാന്നുണ്ടെങ്കിൽ അവിടെ മുഴുവൻ ഈ ക്യാമറകളും ലെൻസുകളും സർവൈലൻസുമാണ്. നിങ്ങളുടെ എല്ലാ ഉപകരണങ്ങളും, നിങ്ങളുടെ ജീവിതം മുഴുവൻ സർവൈലൻസിൻ്റെ കീഴിലാണ് യഥാർത്ഥത്തിൽ സിൻജിയാങ്ങിൽ. അവിടെ വേറെ ഒരു കാര്യമുള്ളത്, ഈ പാർട്ടിയുടെ സഖാക്കന്മാർ നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കും. കാരണം നിങ്ങളുടെ പുരുഷന്മാർ പലപ്പോഴും ഈ ക്യാമ്പുകളിലായിരിക്കും. ഏതാണ്ട് 10 മില്യൺ വീഗർ മുസ്ലിംസ് ഈ ക്യാമ്പിലാണെന്നാണ് പറയുന്നത്. 10 മില്യൺ അല്ല, 10 ലക്ഷം. ഒരു 10 മില്യണാണ് അവർ മൊത്തം ഉള്ളത്. 1 കോടിയിൽ ഏതാണ്ട് 1,25,00,000 ഒരു 10 ലക്ഷം ആളുകൾ അറ്റ് എ ടൈമിൽ ഈ ക്യാമ്പിലാണ്. ക്യാമ്പിലെന്ന് വെച്ചാൽ അതിരാവിലെ പോകണം, വൈകിട്ട് 7 മണിക്ക് വീട്ടിൽ ചെല്ലണം, മൊത്തം പഠിക്കുക. ഇതിനിടയ്ക്ക് BBC-യുടെ ഒരു ചാനൽ അവരൊരു വീഡിയോ നിർമ്മിക്കാനായിട്ട് അവിടെ ചെന്നിരുന്നു. അന്നേരം അവരെ ഈ ഇൻമേറ്റ്സിനെ എല്ലാം വിളിച്ചപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിൽ പാടുന്നു. ഷീ ജിൻപിങ്ങിൻ്റെ പുകഴ്ത്തിക്കൊണ്ടുള്ള പാട്ട് പാടുന്നു, പെയിൻറ്റ് ചെയ്യുന്നു, ഡാൻസ് ചെയ്യുന്നു. വളരെ സന്തോഷമായിട്ട് കാണിക്കണം. സേ ചീസ് എന്ന് ചിരിച്ച് കാണിക്കണം. അവരുടെ ദുഃഖങ്ങളോ അല്ലെങ്കിൽ അവിടെ അനുഭവിച്ച ടോർച്ചറോ ഒന്നും പറയാൻ പാടില്ല. പക്ഷേ ചില ആൾക്കാർ അവിടുന്ന് ചാടിപ്പോകുന്ന ആളുകൾ പറയും എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്.
ഈവൻ ഈ ഇലക്ട്രിക് ബാറ്റൺ വെച്ചുള്ള കുറേ വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട്. അവർ പറയുന്നുണ്ട് ഇലക്ട്രിക് ബാറ്റൺ വെച്ചാണ് അടിക്കുന്നത്. ഈവൻ നിങ്ങൾ ബാത്റൂമിൽ പോയിരിക്കുമ്പോൾ പോലും നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പരിശോധിക്കുന്നുണ്ടാവും. നിങ്ങൾ പരസ്പരം ടെക്സ്റ്റ് മെസ്സേജസ് കൊടുക്കുമ്പോൾ ഈ ഖുറാനിക് ടെക്സ്റ്റ് മെസ്സേജസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ അത് പിടിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് നേരെ വരിക, നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ അറിയാമല്ലോ ഇൻ്റർനെറ്റിന് നിയന്ത്രണങ്ങളുണ്ട്. അപ്പം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഭരണകൂടം ഒരു വിഭാഗം ജനങ്ങൾക്കെതിരെ അവരുടെ പൗരാവകാശം, സഞ്ചാര സ്വാതന്ത്ര്യം, അവരുടെ പാസ്പോർട്ട് മുഴുവൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. മുഴുവൻ പാസ്പോർട്ടും പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ പാസ്പോർട്ട് പിടിച്ചു വെച്ചിട്ട് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ സേഫ് കസ്റ്റഡിയിലാണ്. നമുക്ക് നമ്മുടെ പാസ്പോർട്ട് നമുക്ക് കയ്യിലിരിക്കുന്നവരാണല്ലോ. എന്നിട്ട് നമുക്ക് ജനാധിപത്യം പോരാ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഇവരുടെ എല്ലാം പാസ്പോർട്ട് കയ്യിലിരിക്കുകയാണ്. ഇത് തിരിച്ച് എന്ന് കൊടുക്കുമെന്ന് പറയുന്നുമില്ല. ഇനി ആർക്കെങ്കിലും സ്റ്റേറ്റിന് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർ ഒരു അപേക്ഷ കൊടുക്കണം. നിങ്ങൾക്ക് സ്റ്റേറ്റിന് പുറത്തേക്ക് പോകണം, ചൈനയ്ക്ക് പുറത്തേക്ക്. അപേക്ഷ കൊടുക്കുമ്പോൾ മൊത്തം കാര്യങ്ങളും അതിനകത്ത് രേഖപ്പെടുത്തണം. എന്നിട്ട് പാസ്പോർട്ട് കൊടുക്കണോ തിരിച്ചു കൊടുക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കും. ഇനി ഈ സിൻജിയാങ്ങിൽ പാസ്പോർട്ട് കൊടുത്തത് തന്നെയാണ് രസം. സാധാരണ ചൈനയിൽ ഒരു പാസ്പോർട്ട് എടുക്കാൻ വേണ്ടതിൽ അധികം ഡേറ്റ സിൻജിയാങ്ങിൽ കൊടുക്കണമായിരുന്നു. ലൈക്ക് ബയോമെട്രിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ വോയിസ്, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ, നിങ്ങളുടെ കണ്ണിൻ്റെ കൃഷ്ണമണി, DNA, ജനറ്റിക് സാമ്പിൾസ്, ഇതെല്ലാം കൊടുത്തിട്ടാണ് സിൻജിയാങ്ങിൽ ഈ പാസ്പോർട്ട് കൊടുത്തത്. ആ കൊടുത്ത പാസ്പോർട്ട് ഇപ്പോൾ പോലീസിൻ്റെ ആയിരിക്കുക, എല്ലാവരുടെയും. പിന്നെ മിലിറ്ററി സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സാധാരണഗതിയിൽ ഈ ഡൊമസ്റ്റിക് സർവൈലൻസ്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് സെക്യൂരിറ്റിക്ക് ചൈനയിൽ ചെലവഴിച്ചിട്ടുള്ള തുകയുടെ 3 ഇരട്ടിയാണ് സിൻജിയാങ്ങിൽ മാത്രം ചെലവഴിച്ചിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ കണക്ക് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഇവിടെ നിയമിച്ചിരിക്കുന്നത് 2016 സി ജിൻപിങ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലവനും അവിടുത്തെ പ്രസിഡന്റുമാണ്. അദ്ദേഹം മരിക്കുന്നതുവരെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം. എന്ന് മരിക്കുന്നു അന്ന് തീരും എന്നുള്ള അവസ്ഥയിൽ അദ്ദേഹം ഭരണഘടന തന്നെ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് കൊള്ളാം അല്ലേ? ഒരാൾ അധികാരത്തിലെത്തിയതിന് ശേഷം ഞാൻ തീരുന്നതുവരെ ഞാനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതെല്ലാം നടക്കും. നമ്മളല്ലേ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ പറയുന്ന കേട്ടില്ലേ ആളുകൾ? അതൊക്കെ ഈ വകുപ്പിൽപ്പെടുന്ന കാര്യങ്ങളാണ്. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം. ജനാധിപത്യമായിട്ട് അങ്ങ് ഒരു പുലബന്ധവും ഇല്ല. ഒരു സ്വച്ഛാധിപത്യത്തിനും ഒരു ഡിക്റ്ററ്റോറിയൽ ആയിട്ടുള്ള ഒരു അസൈൻമെൻറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ജനാധിപത്യം ഇല്ല. പിന്നെ എന്തിന് ജനാധിപത്യം എന്ന് ഇവിടെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗതികേട് കൊണ്ട് പറയുന്നു എന്ന് കണ്ടാൽ മതി. ഈ പുള്ളിയാണ് ഗവർണറായിട്ട് അവിടെ നിയമിച്ചിരിക്കുന്നത്. ഗവർണറല്ല, അവിടുത്തെ എന്താണ്, അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ് അല്ലേ, ഗവർണറായിരിക്കും. എനിവേ, ഇദ്ദേഹം ആരാന്നറിയോ? ഇദ്ദേഹം ടിബറ്റിൽ പോയി അടിച്ചൊതുക്കിയ ആളാണ്. നല്ല റെക്കോർഡുള്ള ആളാണ്. ഇപ്പോൾ ടിബറ്റിലെ ഒരുമാതിരിയൊക്കെ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ടല്ലോ ടിബറ്റൻ. അപ്പോൾ ആ അടിച്ചൊതുക്കിയ ആളെ തന്നെയാണ്, നല്ല റെക്കോർഡ് ഉള്ളതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇവിടെ വിട്ടിരിക്കുന്നത്. കാരണം വീഗേഴ്സ് ആർ ഡിഫറെൻറ്റ് ഈസ് ബാഡ്. നമ്മൾ പറയുന്നത് എന്താണ്? ബഹുസ്വര സമൂഹത്തിൽ പല പല ശബ്ദങ്ങൾ, പല പല ഒരു പൂന്തോട്ടത്തിൽ പല പല സസ്യങ്ങളും പൂക്കളും എങ്ങനെയാണോ പൂന്തോട്ടത്തിന് ശോഭ കൊടുക്കുന്നത്, അതുപോലെ പലതരം സമൂഹങ്ങളും പലതരം ഭാഷകളും സംസ്കാരങ്ങളും ഒക്കെയാണ് ഇന്ത്യയുടെ നാനാത്വത്തിൽ ഡാഷത്വം എന്നല്ലേ നമ്മൾ പറയുന്നത് അല്ലേ? ഇവിടെ നേരെ തിരിച്ചാണ് ഡിഫറെൻറ്റ് ഈസ് ബാഡ്. ഞാൻ പറഞ്ഞത് 92% ഹാൻ വംശജരാണ് ചൈനയിലുള്ളത്. അപ്പോൾ ബാക്കി കുറച്ച് പേരുണ്ട്, അവരെയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെത്തിക്കളയാന്നുണ്ടെങ്കിൽ ഒരു സമ്പൂർണ്ണ ഐഡൻറ്റിറ്റി, കൾച്ചർ ആൻഡ് എത്തനിസിറ്റി, ഈ രണ്ട് ഭയങ്കര ഘടകങ്ങളാണ്. മതം പോലെ തന്നെ വർക്ക് ചെയ്യുന്ന സാധനമാണ്. ദേശീയത, മതം, വംശീയത, അതുപോലെ തന്നെ മറ്റൊന്നാണ് സംസ്കാരം. ഇന്ത്യയും ഒരു സംസ്കാരത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു മതമാണെങ്കിലും ഒരു രാജ്യമാണെങ്കിലും ഇന്ത്യയെ സമ്പൂർണ്ണമായിട്ട് കീഴടക്കപ്പെട്ടിട്ടുണ്ട്. ചൈന അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇത് താല്പര്യമുണ്ടെങ്കിൽ കാണാവുന്ന ഒരു ഇതാണ്. ഇപ്പോൾ DW എന്ന് പറയുന്ന ജർമ്മൻ ചാനലിൽ ഒരു ചൈനീസ് അക്കാഡമീഷ്യൻ വന്നിരുന്ന് ഇവരുടെ കാര്യങ്ങളെ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകളെ ന്യായീകരിക്കുന്ന 3 കാര്യമാണ് അദ്ദേഹം പറയുന്നത്. കമ്പാറ്റിംഗ് സെപ്പറേറ്റിസം, ടെററിസം ആൻഡ് റിലീജിയസ് എക്സ്ട്രീമിസം. ഇത് 3 ചെയ്യുന്നത്. 1 വിഘടനവാദം, 2 ഭീകരത, 3 മതഭീകരത അല്ലെങ്കിൽ മതതീവ്രവാദം. ഈ 3 കാര്യങ്ങളെ നിയന്ത്രിക്കുക മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ എന്നാണ് ചൈനീസ് ഗവൺമെൻറ് പറയുന്നത്. ഞങ്ങൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇത് 3 അവിടെ നടക്കുന്നുണ്ട്. പ്രധാന കാര്യം എന്താണ്? ഇവിടെയുള്ള മുസ്ലിങ്ങളിൽ പലരും അഫ്ഗാനിസ്ഥാൻ
ആക്രമണം നടന്നല്ലോ, അഫ്ഗാനിസ്ഥാനിലേക്ക് US ആക്രമണം നടന്ന സമയത്ത് ഇവിടെയുള്ള ഒരു മൂവ്മെൻറ്റിനെ തന്നെ ഭീകരവാദികളുടെ പട്ടികയിൽപ്പെടുത്തി. പിന്നെ ഇവിടെയുള്ള പല ഈ വീഗർ മുസ്ലിംസും IS-ൻ്റെയും അൽഖ്വയ്ദയുടെയും ക്യാമ്പുകളിൽ അവരുടെ സാന്നിധ്യം കണ്ടെത്തി. പിന്നെ 2003 അവർ 200 ഹാൻ വംശജരെ കൊലപ്പെടുത്തി. 2016 അവർ ഒരു കത്തിയുമായി നടന്ന് ഞാൻ പറഞ്ഞു 33 പേരെ കൊലപ്പെടുത്തി. അപ്പോൾ അത്രയായപ്പോഴത്തേക്ക് ഈ 3 കാര്യങ്ങൾ, സെപ്പറേറ്റിസം, ടെററിസം, റിലീജിയസ് എക്സ്ട്രീമിസം, ഈ 3 കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അത് നിയന്ത്രിച്ചേ പറ്റൂ എന്നുള്ള രീതിയിലാണ് ചൈന. ഇപ്പോൾ അവിടെ ഒരു പ്രശ്നമുള്ളത്, ചൈനയുടെ അയൽക്കാർ, ഏറ്റവും വലിയ അയൽക്കാരെന്ന് പറയാവുന്ന 3 വലിയ രാജ്യങ്ങൾ, ഒന്ന് ഇന്ത്യ, ചൈന, റഷ്യ. റഷ്യ ലോകത്തെ ഏറ്റവും വലിയ രാജ്യം, ഒരു ജനസംഖ്യ കുറവാണെങ്കിലും വലിയ രാജ്യമാണ്. പിന്നെ ചൈന, പിന്നെ ഇന്ത്യ. ഇവർ രണ്ടുപേരും ഈ വീഗർ മുസ്ലിംസിൻ്റെ കാര്യത്തിൽ അത്ര വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, ഇന്ത്യ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള 2ാമത്തെ രാജ്യമാണ് ഇന്തോനേഷ്യ കഴിഞ്ഞാൽ. പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഈ വീഗർ മുസ്ലിംസിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് അധികം വലിയ പ്രസ്താവനകളൊന്നും ഒവൈസിമാരിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ സംഘടനകളിൽ നിന്നോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ കേൾക്കാറില്ല. ഈവൻ ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്റ്റാൻഡ് പോലും അങ്ങനെയല്ല. ഈ ചൈന വീഗർ മുസ്ലിംസിനെതിരെ നടത്തുന്ന ഈ അടിച്ചമർത്തലിനെതിരെ UN പ്രമേയങ്ങളൊക്കെ പാസ്സാകുമ്പോൾ ഇന്ത്യ വോട്ടിന് ബഹിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യ മാത്രമല്ല വോട്ട് ബഹിഷ്കരിക്കുന്ന മിക്കവാറുമുള്ള നല്ല കുടുംബത്തിൽ പിറന്ന മുസ്ലിം രാജ്യങ്ങളെല്ലാം അവർ വോട്ട് ഒന്നിൽ പങ്കെടുക്കില്ല. ഞാൻ ചുമ്മാ ഒരു ഇതായിട്ട് പറഞ്ഞാണ്. അല്ലെങ്കിൽ അവർ അറിഞ്ഞ ഭാവം നടിക്കട്ടെ, എന്താണ് വീഗർ, കേട്ടിട്ടില്ലല്ലോ, എവിടെയാണത് എന്നൊക്കെയുള്ള രീതിയാണ്. റഷ്യക്കും ഇന്ത്യക്കും പ്രശ്നം ഉണ്ടാക്കാം. കാര്യം വെച്ചാൽ റഷ്യയും ഇന്ത്യയും, റഷ്യക്ക് ചെച്ചിനിയയിലെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അവർക്ക് സെപ്പറേറ്റിസത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നുണ്ട്, റിലീജിയസ് എക്സ്ട്രീമിസത്തിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും അവർ പിന്നെ ചൈനയായിട്ടുള്ള നല്ല ഡീലിങ്സിന് പോകാൻ അവർ ആഗ്രഹിക്കുന്നു. അമേരിക്കയ്ക്കെതിരെ ഒരു സഖ്യം. ഇന്ത്യയും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം പ്രത്യേകിച്ചും ഈ കാശ്മീർ ഒരു വിഷയം കിടക്കുന്നു. കാശ്മീരിൽ നടക്കുന്ന എന്തോ, കാശ്മീരിൽ ഇന്ത്യ ചെയ്യുന്ന റിപ്രഷൻ എന്നുള്ള രീതിയിൽ അതിനെതിരെ ചൈന ഒന്നും പറയാതിരിക്കുക, അല്ലെങ്കിൽ ചൈനയുടെ സമ്മർദ്ദം ഉണ്ടാകാതിരിക്കുക എന്നുള്ള രീതിയിലാണ് ടാക്റ്റിക്കലായിട്ട് ഇന്ത്യ അതിനകത്ത് അധികം താല്പര്യം കാണിക്കാത്തത്. പക്ഷേ ഇന്ത്യയിലെ ചാനലുകളെല്ലാം ഈ കഴിഞ്ഞ ഈ ചൈന യുദ്ധത്തിന് വന്നല്ലോ, അതിർത്തി യുദ്ധത്തിന് വന്നപ്പോൾ അതിനുശേഷം ഇന്ത്യയിലെ ചാനലുകളെല്ലാം ഭയങ്കരമായിട്ട് ഈ വിഷയം എടുത്തു വെച്ച് അലക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്റ്റാൻഡ് അത്രയും ശക്തമല്ല എന്നല്ല, ഏതാണ്ട്. ഇത് ഈ ഡോൾക്കിൻ ഇസ എന്ന് പറയുന്ന ഒരു വേൾഡ് വീഗർ കോൺഗ്രസ്സിൽ ഇദ്ദേഹം ഒരു നേതാവാണ്. ഇദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് വരാനായിട്ട് വിസ കൊടുത്തു. വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് 24 മണിക്കൂറിനുള്ളിൽ വിസ കൊടുത്തു. ഇത് ചൈനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ചൈന പറയുന്നത് ഇയാൾ ഭയങ്കര ടെററിസ്റ്റ് ആണ് എന്നാണ്. പണ്ട് ഇതേ കണക്ക് ഒരാൾക്ക് അഭയം കൊടുത്തതാണ് 62 യുദ്ധം, 65 ഓർമ്മയുണ്ടല്ലോ. അത് തൊട്ട് താഴെയുള്ള ടിബറ്റാണ്. ഇന്ത്യയുടെ കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു അന്ന്. അത് പോട്ടെ, അത് വേറെ കാര്യം. പക്ഷെ എന്തായാലും എന്താണ് ഈ ക്യാമ്പുകളിൽ നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൈനയുടെ ഔദ്യോഗിക ഭാഷയാണ് ടു വാഷ് ബ്രെയിൻസ്, ക്ലെൻസ് ഹാർട്ട്സ്, സപ്പോർട്ട് ദ റൈറ്റ്, റിമൂവ് ദ റോങ്. ഇത്രേ ചെയ്യുന്നുള്ളൂ. അവരെ കൊണ്ടുപോയി പഠിപ്പിക്കുന്നു, അവർ ബ്രെയിൻ വാഷ് ചെയ്തെടുക്കുന്നു, ലൈക്ക് ദാറ്റ്. ഹൃദയം ശുദ്ധീകരിക്കുന്നു, ശരിയെ പിന്തുണയ്ക്കുന്നു, തെറ്റുകളെ നീക്കം ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഇതാണ് ചൈനയുടെ ഔദ്യോഗിക നിലപാട്. ഇനി ഞാൻ പറഞ്ഞു, അവിടെ ഈ ഹാൻ വംശജരെ കൊണ്ടുവന്ന് നട്ടു വളർത്തുകയാണ്, ചെടികൾ നട്ടു വളർത്തുന്നത് പോലെ. പുറത്തുനിന്ന് അവിടെ വന്ന് താമസിക്കുന്നതിന് എല്ലാ സഹായങ്ങളും കൊടുക്കുന്നു. സഹായങ്ങൾ കൊടുക്കുന്നത് മാത്രമല്ല, ഈ 2 സ്ഥലങ്ങൾ, ഒന്ന് ഉറുമിച്ചി അല്ലേ, ആ സ്ഥലങ്ങൾ, അതിൻ്റെയൊക്കെ മേളിലെല്ലാം കൊമ്പും പാലും ഒക്കെ ഉണ്ട്. പിന്നെ ലാൻഷു എന്ന് പറയുന്ന സ്ഥലം, കുറേ ദൂരെയാണ് ആ സ്ഥലം. അത് ഏതാണ്ട് 20 ബില്യൺ രൂപ വെച്ചുണ്ടാക്കിയ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ലൈനാണ്. 1600 കിലോമീറ്റർ ദൂരമുണ്ട്. 11 മണിക്കൂർ വേണം. ടിക്കറ്റ് ചാർജ് ഒരു $400 അമേരിക്കൻ ഡോളറെങ്കിലും വെച്ച് ഈടാക്കിയെങ്കിൽ മാത്രമേ ഒരു 3 വർഷം കൊണ്ട് അതിൻ്റെ കോസ്റ്റ് കിട്ടുള്ളൂ. പക്ഷേ $80 ഇപ്പോൾ ഈടാക്കുന്നുള്ളൂ. വമ്പൻ നഷ്ടമാണ്, ആളുമില്ല. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിൻജിയാങ്ങിൻ്റെ തലസ്ഥാനത്തേക്ക് മെയിൻലാൻഡ് ചൈനയിൽ നിന്ന് ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ സർവീസ് ഇതേ കണക്ക് ടിബറ്റിലേക്കുണ്ട്. ടിബറ്റിലേക്ക് ആളിനെ എത്തിക്കാനാണ്, മറ്റ് രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ പെട്ടെന്ന് കയറി ഇവിടെ വരാനായിട്ടാണ്. കണക്ടിവിറ്റി.
നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 20 വർഷം കൊണ്ട് ലോകത്ത് ഇന്ന് മുഴുവൻ ഉള്ള സൂപ്പർ ഫാസ്റ്റ് റെയിൽവേ ലൈൻസിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ 1.5 ഇരട്ടിയോളം ലൈൻസ് ചൈനയിൽ മാത്രമാണുള്ളത്. ചൈന വളരെ പെയ്യാണ് തുടങ്ങിയത്. കഴിഞ്ഞ 20 വർഷം കൊണ്ട് ആ രംഗത്ത് ചൈന ഇപ്പോൾ എവിടെ ചെന്ന് നിൽക്കുന്നു? എല്ലാ രാജ്യങ്ങളിലുമുള്ള എല്ലാ സൂപ്പർ ഫാസ്റ്റ് റെയിൽവേ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 1.5 ഇരട്ടിയിലധികം ചൈനയിൽ മാത്രമുണ്ട്. 350 മുതൽ 600 കിലോമീറ്റർ പല പല സ്പീഡുകളിലൊക്കെയാണ് വണ്ടി ഓടുന്നത്. ഇത്രയും കൂടിയ സ്പീഡിൽ കുറഞ്ഞ ചിലവുള്ള ട്രെയിൻ യാത്രകൾ നമുക്ക് വേറെ എങ്ങും കണ്ടെത്താൻ കഴിയില്ല. അമേരിക്കയ്ക്കായിരുന്നു ആദ്യം. ഈ റെയിൽവേ ലൈൻ യഥാർത്ഥത്തിൽ ഇങ്ങനെ കുറേ നഷ്ടങ്ങളുള്ള റെയിൽവേ ലൈൻ ഉണ്ട്. ഈ റെയിൽവേ ലൈൻ ചൈന വലിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ലാഭം ഉണ്ടാക്കാനൊന്നുമല്ല, അത് ഈ സിൻജിയാങ്ങിനെ ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ്, ആളിനെ എത്തിക്കുക എന്നുള്ളത്. അതാണ് അമേരിക്കയുടെ കയ്യിൽ നൈക്കി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. നൈക്കി എന്ന് പറയുന്നൊരു കമ്പനിയില്ലേ, ഷൂസ് മറ്റു കാര്യങ്ങളൊക്കെ, അവരൊരു പരസ്യമുണ്ട്, ജസ്റ്റ് ഡു ഇറ്റ്. അപ്പം സാധാരണ ഇതിൽ ആളുകൾ പറയാറുണ്ട്, അമേരിക്കയുടെ കയ്യിൽ നൈക്കി ഉണ്ട്, ചൈനക്കാർ ജസ്റ്റ് ഡു ഇറ്റ്. അവർ നൈക്കി ഇല്ല, പക്ഷെ അവർ അതങ്ങ് ചെയ്യും. അധികം വാചകമടിയൊന്നുമില്ല, ചെയ്യുന്നു എന്നുള്ളതാണ്. ചൈനയ്ക്ക് ഈ സൂപ്പർ ഫാസ്റ്റ് റെയിൽ ട്രാക്കുകൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അവരൊരുമാതിരി അസംബിൾ ചെയ്യുന്ന രീതിയിലാണ് കൊണ്ടുവന്ന ഉടനെ. കണ്ടിട്ടില്ലേ, ഈ ഭിത്തിയൊക്കെ പെയിൻറ്റ് ചെയ്യുന്നതായാലും കൺസ്ട്രക്ഷൻ വർക്കായാലും ഏത് കാര്യമായാലും അവർക്കൊരു സ്കില്ലുണ്ട്. They believe in that, doing things, not saying things, not thinking things, but simply doing things. That makes the difference. ഇവിടെ വേറൊരു പ്രശ്നമുള്ളത്, പല ആൾക്കാരും ചോദിക്കും ആണുങ്ങൾ വീട്ടിലില്ല, ആണുങ്ങളെല്ലാം പഠിക്കാൻ പോയിരിക്കുകയാണ്. പണ്ടത്തെ സാക്ഷരതാ ക്ലാസ് പോലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക്, കോൺസെൻട്രേഷൻ ക്യാമ്പല്ല, വലിയ വലിയ ആമസോണിൻ്റെ ഗോഡൗൺ പോലെയുള്ള വലിയ വലിയ പഠന കേന്ദ്രങ്ങളിലേക്ക് പോവാണ്. നല്ല സംസ്കാരം പഠിക്കാൻ, ഹൃദയം ശുദ്ധീകരിക്കാൻ, ബ്രെയിൻ വാഷ് ചെയ്യാൻ ഒക്കെ ആയിട്ട് അവർ പോവുകയാണ്. അപ്പോൾ വീട്ടിൽ ആണുങ്ങളില്ല. ചിലപ്പോൾ ആണുങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് വരും, ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ വീടുകളിൽ അവരെ സഹായിക്കാനായിട്ട് പാർട്ടിയുടെ പ്രതിനിധികൾ ചെല്ലും. എന്നിട്ട് അവർക്കെല്ലാം പഠിച്ചു കൊടുക്കും, അവർക്ക് എങ്ങനെയാണ് നന്നായിട്ട് ജീവിക്കേണ്ടത്, വിദ്യാഭ്യാസം കൊടുക്കും, അവരുടെ കൂടെ താമസിക്കും, പറ്റുമെങ്കിൽ അവിടെ നിന്നൊരു കല്യാണം കൂടെ കഴിക്കും, പറ്റുമെങ്കിൽ. എന്നിട്ട് എല്ലാ റിപ്പോർട്ടുകളും, ആർക്കെങ്കിലും ചിന്താപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, ആരെങ്കിലും സ്വതന്ത്ര ചിന്തകരാകുന്നുണ്ടോ, ആരെങ്കിലും പാർട്ടിക്കെതിരെ ചിന്തിക്കുന്നുണ്ടോ എന്നൊക്കെ നിരന്തരം റെക്കോർഡുകൾ. അങ്ങനെ ഈ വീട്ടിലേക്കുള്ള അധിനിവേശം. നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നിരിക്കുക, ഒരു ചേട്ടൻ, നമുക്ക് സമയത്ത് ചായ കൊണ്ട് കൊടുക്കണം, നമ്മൾ 6 മണിക്ക് എഴുന്നേക്കണം. നമ്മൾ സാധാരണ ചിലപ്പോൾ 12 മണിക്കായിരിക്കും എഴുന്നേക്കുന്നത്, പക്ഷേ 6 മണിക്ക് എഴുന്നേക്കണം. എന്നിട്ട് ഷീ ജിൻപിങ്ങിനെ പൂഴ്ത്തിക്കൊണ്ട് 4 ശ്ലോകങ്ങൾ ചൊല്ലണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലായിരുന്നെങ്കിൽ ഈ ഭൂമിയുടെ അച്ചുതണ്ട് തന്നെ ഇളകിപ്പോകുമായിരുന്നു എന്നുള്ള രീതിയിലുള്ള സാഹിത്യം. ഇതെല്ലാം ചൈനയായിട്ട് നിൽക്കുന്നതിനും എല്ലാം ഇദ്ദേഹം ഒരു ദൈവം പോലെയാണ് കേട്ടോ. ഈ പുള്ളി ദൈവം എന്നൊന്നും പറഞ്ഞാൽ പോരാ. പഠിക്കുന്ന പുസ്തകങ്ങളെല്ലാം തന്നെ ഒരു ശരാശരി പണ്ട് മാവോയെക്കുറിച്ചുള്ള സൂക്തങ്ങളായിരുന്നു. ഒരു കൊച്ചു ബൈബിളുണ്ട്, ഒരു കൊച്ചു റെഡ് ബുക്ക് ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. അതിനകത്ത് മൊത്തം മാവോയെക്കുറിച്ചുള്ള വാഴ്ത്തലുകളാണ്. ഈശോ മാവോ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അത് ഒരേ ലൈനിൽ പോകും. ഇത് അതിലും ഭയങ്കരമാണ്. ഷീ ജിൻപിങ്. പീപ്പിൾ ഡിസപ്പിയർ ഇൻ ദെയർ ഓൺ കൺട്രി. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന രാജ്യത്ത് തന്നെ അപ്രത്യക്ഷമായി പോവുകയാണ്. നിങ്ങളെക്കുറിച്ചൊന്നും കേൾക്കാനില്ല. നിങ്ങളുടെ വീട്ടിൽ വേറെ പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. പ്രതിനിധികൾ നിങ്ങളുടെ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുകയാണ്. ഇത് ഭയങ്കര പ്രതിഷേധം. അതാണ് ഞാൻ മുണ്ടനം ചെയ്യപ്പെട്ട ജീവിതം എന്ന് പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പുരുഷന്മാർ പുറത്തിരിക്കുകയും നിങ്ങളെ വിദ്യാഭ്യാസം ചെയ്യാനായിട്ട് പുറത്തുനിന്ന് പാർട്ടിയുടെ ആളുകൾ വരികയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഒരുപാട് കുറയുന്നു എന്നുള്ളതിൽ സംശയമില്ല. നിങ്ങൾ അപമാനിക്കപ്പെടുകയാണ്. നിങ്ങൾക്ക് അതൊട്ടും സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ലോകത്തെ ഏറ്റവും വലിയ ആർമി എന്ന് പറഞ്ഞാൽ കരസേന എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അത്യാവശ്യം വേണ്ട എല്ലാ സാധനവും ഉണ്ട്. 2ാം സ്ഥാനം മൊത്തത്തിലുള്ള ഒരു സ്ട്രെങ്ത് നോക്കുമ്പോൾ അമേരിക്ക കീഴിൽ 2ാം സ്ഥാനമാണ് ചൈനയ്ക്ക്. അങ്ങനെ ഒരു സൈന്യം, അങ്ങനെ ഒരു പാർട്ടി. കാര്യം വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന തൊട്ടടുത്ത് ഇപ്പോൾ ഇത് ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് ഞാൻ പറയുന്ന കേൾക്കാൻ താല്പര്യമുള്ളവരാണ് എന്നെനിക്ക് കരുതാം. പക്ഷേ ചൈനയിലാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ ഈ ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്ന പലരും ജസ്റ്റ് ഈ സമയത്ത് ഇത് എടുത്ത് എത്തിക്കുകയും ഞാൻ ഈ പരിപാടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ എന്നെ തറയെ നിർത്താതെ പൊക്കി എടുത്തുകൊണ്ട് പോവുകയും ഇത്തരത്തിലുള്ള ക്യാമ്പുകളിലോ. അതാണ് നമുക്കത് പറഞ്ഞാലും മനസ്സിലാവില്ല. ഈ അഭിപ്രായ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യം അതിൽപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഏത് അന്ധവിശ്വാസത്തിലും വിശ്വസിക്കാനുള്ള
അവകാശമുണ്ട്. അത് തെറ്റോ ശരിയോ എന്നുള്ള സെക്കൻഡ്. ഏത് കഥയും ആ കഥയാണ് നല്ലതെന്ന് ഒരു കൂട്ടർ വിശ്വസിക്കുക, കൊള്ളാം, ഹാരി പോട്ടർ കൊള്ളാം എന്ന് പറയുന്നു, അങ്ങനെ പറയാൻ അവകാശമില്ലേ? അതേപോലെ തന്നെ ഇന്നാർ പറഞ്ഞ കഥയാണ് നല്ലതെന്ന് വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. അതാണ് നിഷേധിക്കപ്പെടുന്നത്. ഇതിനകത്ത് നിങ്ങൾ കാണുന്നത് ഒരു സ്ത്രീ അവരുടെ ഭർത്താവിനെ കാണുന്നില്ല എന്നുള്ള ബോർഡും വെച്ചുകൊണ്ട് ഡിസപ്പിയറിങ് ഇൻ ദെയർ ഓൺ കൺട്രി. ഞാൻ പാസ്പോർട്ട് പിടിച്ചെടുക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞ കാര്യമാണ്. ആർബിട്രലി എല്ലാവരെയും പാസ്പോർട്ടുകൾ പിടിച്ച് കൈവച്ചിരിക്കുകയാണ് അവിടെ മാത്രം. ഇനി വേറൊന്ന്, സാധാരണ നിങ്ങൾ ഈ മീഡിയ വൺ അങ്ങനെയൊക്കെയുള്ള ചാനലുകൾ കണ്ടിട്ടുണ്ടോ പലപ്പോഴും? അല്ലെങ്കിൽ മാധ്യമം പത്രങ്ങളിലൊക്കെ പരസ്യം, ഇപ്പോൾ ജോസ്കോ ജൂവലേഴ്സിൻ്റെ ഒരു പരസ്യം വരുമ്പോൾ ആ മോഡല് ഈ ചാനൽ വരുമ്പോൾ അല്ലെങ്കിൽ ഈ പത്രത്തിൽ വരുമ്പോൾ ചില ഭാഗങ്ങൾ മറച്ചിരിക്കും. അതൊന്നും കാണിക്കാൻ പാടില്ല. കൈ ചിലപ്പോൾ ഇവിടം വരെ ആയിരിക്കും, ഇവിടം വരെ ഇത്ര ഇട്ടതായിരിക്കും. കണ്ടിട്ടുണ്ടോ? ചില പരസ്യങ്ങൾ മാറാറുണ്ട്. അതൊക്കെ മോശമാണ്. കൈ കാണാൻ പാടില്ല. ചൈനീസ് ടെലിവിഷനിൽ ഇതേ കണക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനകത്തൊരു ബുർക്ക ഇട്ട സ്ത്രീ, ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു അറേബ്യൻ പത്രത്തിൽ വന്ന ന്യൂസാണ്, പക്ഷേ അത് പരക്കെ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇസ്ലാമിക വേഷങ്ങൾ ധരിച്ചിട്ടുള്ള സ്ത്രീകൾ വരികയാണെങ്കിൽ ആ സ്ഥലത്ത് വിഷ്വലായിട്ട് അതിനെ മറയ്ക്കും, അവർ ബ്ലർ ചെയ്യും. ബ്ലർ ചെയ്തിട്ട് ഇപ്പോൾ കാണിച്ചില്ലേ, എന്തോ ഒരു സാധനമാണ് അത്. അവിടെ ഒരു സ്ത്രീ ബുർക്ക ഇട്ടുകൊണ്ട് കണ്ണ് മാത്രം കാണുന്ന ഒരു സ്ത്രീയാണ് കാണിക്കുന്നത്. അവിടെ അതിനെ മറച്ചുകൊണ്ടാണ് ഒരു കള്ളിമുൾ ചെടി പോലെ എന്തോ സാധനം വെച്ച് അതിനെ മറച്ചിരിക്കുകയാണ്. സാംസ്കാരികപരമായ മാലിന്യങ്ങൾ പടരാതിരിക്കാൻ ഇവിടെ എന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെ അവിടെയും ചെയ്യുന്നു. രണ്ടും രണ്ട് രീതിയിലാണെന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവരെ വെച്ചുകൊണ്ട് ഇവരെ പഠിപ്പിക്കുക മാത്രമല്ല, ഇവരെ ചില കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൊക്കെ ഇട്ടിട്ട് വളരെ കുറഞ്ഞ തുകയ്ക്ക് ഇവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക. ജോലി ചെയ്യിപ്പിക്കുമ്പം അതുമൂലം ഉണ്ടാക്കുന്ന ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇവരെ കൊണ്ട് ഒരുപാട് ശമ്പളം ഇല്ലാതെ ജോലി ചെയ്യിപ്പിച്ച് ഒരുപാട് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് വാദം വന്നപ്പോൾ അമേരിക്ക ഒരു ഇത് ഉണ്ടാക്കി. അങ്ങനെയുള്ള ഈ വീഗർ മുസ്ലിംസിനെ കൊണ്ട് കൂലിയില്ലാതെ പണിയിച്ച് ഉണ്ടാക്കിയിട്ടുള്ള വസ്തുക്കളൊന്നും വാങ്ങിക്കില്ല എന്നും പറഞ്ഞ് അമേരിക്ക വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അമേരിക്ക, ജപ്പാൻ, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിം രാജ്യങ്ങളൊന്നും തന്നെ മിണ്ടുന്നില്ല. അതാണ് അതിൻ്റെ രസം. ഇതാണ് BBC അന്ന് ഇൻ്റർവ്യൂ എടുത്തപ്പോൾ പോയി കണ്ട ഒരു ക്യാമ്പ്. ഇതാണ്. എങ്ങനെയുണ്ട്? ഇത്രയും ക്ലാസ്സുകൾ എങ്ങനെ ഒരു സർക്കാരിന് ഇങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുകയാണ്. ഇത്ര ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇത്രയും വലിയ ഇവർക്ക് ഇതേ കണക്ക് ഒരു കെട്ടിടമൊക്കെ കെട്ടാനായിട്ട് മാസങ്ങൾ മതി. മാസങ്ങൾ തന്നെ വേണമെന്നില്ല. ഇത് അറിയുന്നത് സാറ്റലൈറ്റ് പിക്ചേഴ്സ് എടുത്തുകൊണ്ടാണ് അറിയുന്നത്. സാറ്റലൈറ്റ് ഇതേ കണക്കുണ്ടോ? സാറ്റലൈറ്റ് പിക്ചേഴ്സ് വഴിയാണ് ഇത്തരത്തിലുള്ള ഈ ക്യാമ്പുകൾ വളരെ കൃത്യമായിട്ട് കാണും. അതിൻ്റെ എണ്ണം കൂടി വരികയാണ്. ആളുകളെ കൂടുതലായി കൊണ്ടുപോവുകയാണ്. അവർക്ക് പരീക്ഷയുണ്ട്. ഇനി അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ ഈ പോകുന്നിടത്തെല്ലാം തന്നെ ക്യാമറയാണ്, മുഴുവൻ ക്യാമറയാണ്. ക്യാമറ നഗരങ്ങളാണ് അവിടെ കൂടുതലുള്ളത്. ഇത് ഇപ്പോൾ ഓൾറെഡി പാശ്ചാത്യ മാധ്യമങ്ങളിൽ ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുമായിട്ട് ബന്ധപ്പെടുത്തി ചർച്ചകൾ വന്നു കഴിഞ്ഞു. ഹിസ്റ്ററി റിപ്പീറ്റിംഗ് ഇറ്റ് സെൽഫ്. വീഗർ മുസ്ലിംസും അന്നത്തെ ജൂതന്മാരും. അതുപോലെ തന്നെ ഈ അടുത്ത രണ്ടാഴ്ചയ്ക്ക് മുന്നേ ട്വിറ്ററിൽ ഒരു ചൈനയുടെ എംബസി, US എംബസി ഒരു വാചകം എഴുതി. വീഗർ വിമൻ ആർ ഇമാൻസിപ്പേറ്റഡ് ആൻഡ് ആർ നോ ലോങ്ങർ ബേബി മേക്കിംഗ് മെഷീൻസ്. വീഗർ സ്ത്രീകൾ ഇമാൻസിപ്പേറ്റഡ് ആയി കഴിഞ്ഞു, അവരെ മോചിപ്പിച്ചിരിക്കുന്നു, അവർ ഈ കുട്ടികളെ ഉണ്ടാക്കുന്ന മെഷീൻ അല്ല എന്ന് പറഞ്ഞ് ഒരു ട്വിറ്ററിൽ ഒരു മെസ്സേജ് ചൈനീസ് എംബസി, അമേരിക്കയിലെ ചൈനീസ് എംബസി നടത്തും. അതിനെതിരെ ഭയങ്കര പ്രതിഷേധം വന്നു. ഇവരത് നീക്കം ചെയ്തു. സ്ത്രീ വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ബേബി മേക്കിംഗ് മെഷീൻസ് ആയിരുന്നു വീഗർ വിമൻ. ഇപ്പോൾ അവർക്ക് അധികം കുട്ടികളൊന്നുമില്ല, അവർ രക്ഷപ്പെട്ടു എന്നായിരുന്നു ചൈനീസ് പ്രതിനിധിയുടെ വാദം. അതുപോലെ ഞാൻ ബർത്ത് റേറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. വലിയ തോതിൽ ബർത്ത് റേറ്റ് സിൻജിയാങ്ങിൽ കുറഞ്ഞു വരികയാണ്. അത് ചൈനീസ് ശരാശരിയുടെയും 1/3 കുറയുകയാണ്. അപ്പോൾ അവിടെ വരുന്ന ആരോപണം സ്റ്റെറിലൈസേഷൻ നടക്കുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ വന്ധ്യംകരണം നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണം വലിയ തോതിലുണ്ട്. അതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. പക്ഷേ എന്തായാലും ഒന്നീ ഫോഴ്സ്ഡ് ആണ്, അല്ലെങ്കിൽ പെർസ്വേഡഡ് ആണ്. അനുനയ രൂപത്തിലോ ബലപ്രയോഗത്തിലോ അവിടെയുള്ള സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി നിരക്ക് കുറഞ്ഞു വരികയാണ്. അങ്ങനെ കുറഞ്ഞ് ഒരു ജനതയെ മറ്റൊരു ജനത കൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണ്. ഇത് നമ്മൾ യഥാർത്ഥത്തിൽ വിചാരിക്കും ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്. ഇങ്ങനെയാണ് അവിടെ നടക്കുന്നത്. കറക്റ്റ് ആ ഒരു പാറ്റേണിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ മറ്റൊന്ന്, ഈ ചൈന എന്തുകൊണ്ടാണ് ചൈനയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകാത്തത്? അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇദ്ദേഹത്തെ
ഇദ്ദേഹം ഒരിക്കൽ നടന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഇദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞ്, അക്കോർഡിംഗ് ടു മീ മാക്സിമം മുസ്ലിം പെർസിക്യൂഷൻ ഇൻ ദ വേൾഡ് നൗ ഈസ് ഇൻ സിൻജിയാങ് ഇൻ ചൈന, ദ വീഗർ മുസ്ലിംസ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ പെർസിക്യൂഷൻ നടക്കുന്നത് ഗാസയിലോ റോഹിംഗ്യർക്ക് ഇടയിലോ അല്ലെങ്കിൽ സോക്കോൾഡ് കാശ്മീരിലോ ഒന്നുമല്ല, അത് സിൻജിയാങ്ങിലാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം പറയുമ്പോൾ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ, വലിയ സത്യം പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് വേറൊരു ഭാഗം, ഇൻ ജൂലൈ 2019 22 countries complained to the UN about the persecution of Uyghur Muslims in China. 2019 ജൂലൈയിൽ 22 രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയോട് വീഗർ മുസ്ലിംസ് നേരിടുന്ന പീഡനത്തെക്കുറിച്ച് പരാതിപ്പെട്ടു. ഓൾ ഓഫ് ദം വെയർ നോൺ മുസ്ലിം നേഷൻസ്. അവയെല്ലാം തന്നെ അമുസ്ലിം രാജ്യങ്ങളായിരുന്നു. ഒറ്റ മുസ്ലിം രാജ്യങ്ങൾ അതിനകത്തില്ല. അതായത് അവിടെ പെർസിക്യൂഷൻ നടക്കുന്നു എന്ന് ഐക്യരാഷ്ട്രസഭയോട് പരാതിപ്പെട്ട 22 രാജ്യങ്ങളിൽ ഒന്നുപോലും മുസ്ലിം രാജ്യങ്ങളില്ല, എല്ലാ അമുസ്ലിം രാജ്യങ്ങളായിരുന്നു. 37 countries objected to this plea. പക്ഷേ ഈ പ്രമേയത്തെ അല്ലെങ്കിൽ ഈ പരാതിയെ 37 രാജ്യങ്ങൾ എതിർത്തു. 15 of them were മുസ്ലിം കൺട്രീസ്. അതിൽ എതിർത്ത 37-ൽ 15 എണ്ണവും മുസ്ലിം രാജ്യങ്ങളായിരുന്നു. അതായത് പരാതിപ്പെട്ട 22-ൽ ഒരു മുസ്ലിം രാജ്യവും ഇല്ല, എതിർത്ത 37 രാജ്യങ്ങളിൽ 15 എണ്ണവും മുസ്ലിം രാജ്യങ്ങളായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് അതിനകത്ത് ആർക്കും ഇനി ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല, മുസ്ലിം രാജ്യങ്ങൾക്ക് വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ മിണ്ടുന്നില്ല, അല്ലെ ഭയക്കുന്നു. അതിന് കാരണമുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത ലോകശക്തിയായിട്ട് ചൈന മാറാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് അവർ നടത്തുന്നത്. അവർ ഇപ്രാവശ്യം സൈനിക നടപടികൾ കൊണ്ടൊന്നും അല്ല അടുത്ത ലോകശക്തി വരാൻ പോകുന്നത്, കച്ചവടം ചെയ്താണ്, ബിസിനസ്സാണ്, ട്രേഡ്, ബിസിനസ്, കൊമേഴ്സ്. സാമ്പത്തികമായി ലോകത്തെ ഏറ്റവും മികച്ച ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥ ചൈനയിലുണ്ട്. മികച്ച ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥ ഉള്ളതിൻ്റെ കൂടെ തന്നെ അവിടെ കമ്മ്യൂണിസത്തിൻ്റെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് തത്വങ്ങൾ, അതായത് സംഘടനാ തത്വങ്ങൾ, സ്വാതന്ത്ര്യ നിഷേധം, അമിതമായ അച്ചടക്കം, ജനങ്ങൾക്ക് അവർക്ക് പലപ്പോഴും പരാതി പറയാനോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം പറയാനോ അവസരമില്ലാതെ പണിയെടുക്കേണ്ടി വരികയാണെങ്കിൽ എന്ത് നല്ല പ്രോഡക്റ്റ് ആയിരിക്കും അല്ലേ, ഭയങ്കര കുന്നുകൂടും. നിങ്ങളിപ്പോൾ പരാതിപ്പെടുന്നു, ട്രേഡ് യൂണിയൻ സമരങ്ങൾ നടത്തുന്നു, ബാർഗൈനിങ് നടത്തുന്നു, നിങ്ങൾക്ക് ആ പണി വിട്ട് വേറെ ഇടത്തേക്ക് പോകാം, നിങ്ങൾക്ക് വർക്ക് അവേഴ്സിലൊക്കെ എല്ലാം ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ തോതിൽ പ്രൊഡക്ഷനൊക്കെ വലിയ ബുദ്ധിമുട്ട് വരും. പക്ഷേ ചൈനയിൽ ആ പ്രശ്നമില്ല. ചൈനയിൽ ഒരു കമ്പനി അങ്ങോട്ട് ബിൽഡ് ചെയ്യണം, അത് ഒരു മാസത്തിലെന്ന് വെച്ചാൽ ഒരു മാസത്തിൽ നടന്നിരിക്കും. അവിടെ പിന്നെ ആരോടും ചോദിക്കില്ല, സ്ഥലം എടുക്കണം. ഇന്ത്യയിൽ ഒരു സ്ഥലം എടുക്കാൻ, ഒരു പെട്ടിക്കടയ്ക്ക് പോലും സ്ഥലം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഭയങ്കര അന്താരാഷ്ട്ര സംഘർഷങ്ങളും വലിയ പ്രകടനങ്ങളും ഒക്കെ ആയിരിക്കും. ചൈനയിൽ വളരെ എളുപ്പമാണ്. സ്ഥലം എടുക്കുന്നത് വെച്ചാൽ സ്ഥലം എടുത്തു, അതെടുക്കാന്ന് പറഞ്ഞാൽ അതെടുത്തു. കാരണം അങ്ങനെ ആരോടൊന്നും ചോദിക്കാനൊന്നുമില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ചൈന നടത്തുന്ന ഒരു അംബീഷ്യസ് പ്രോജക്റ്റാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 2013 തൊട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ്. ലോകമെമ്പാടും 65 മുതൽ 100 രാജ്യങ്ങൾ വരെ ചൈനയുമായി റോഡ് മാർഗവും അതുപോലെ തന്നെ ജലഗതാഗത മാർഗം വഴി ബന്ധിപ്പിക്കുക. അത് ഈ രാജ്യങ്ങളുമായിട്ടെല്ലാം ചൈന നേരിട്ട് ട്രേഡ് നടത്തുക. ഈ റോഡ് പോകുന്ന നോക്കുക, ഈ കാണുന്ന നീലയാണ് റോഡ്, കണ്ടില്ലേ? മോസ്കോ, ജർമ്മനി, വെനീസ്, ഇതുണ്ടോ, ടർക്കി, പാകിസ്ഥാൻ, ഇതെല്ലാം യഥാർത്ഥത്തിൽ അതിന് പോകുന്നതിൻ്റെ കേന്ദ്രമായിട്ട് വരുന്നത് ഈ സിൻജിയാങ് പ്രവിശ്യയാണ്. ഓക്കെ, നമ്മളെ മാത്രമില്ല, ഇന്ത്യയെ ചൈന ഒരു സൗഹൃദ രാജ്യമായിട്ടോ ഒരു ഫ്രണ്ട്ലി കൺട്രി ആയിട്ടോ അല്ല കാണുന്നത്. അതങ്ങനെയാണ്, ചരിത്രപരമായ കാരണത്താൽ അങ്ങനെയാണ്. ഇതിൻ്റെ ഉപഭോക്താക്കളായിട്ടുള്ള പല രാജ്യങ്ങൾക്കും ചൈന വൻതോതിൽ പൈസ കൊടുക്കും. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ, ഇതെല്ലാം ബെൽറ്റ് ആൻഡ് റോഡിലെ ജലഗതാഗത മാർഗങ്ങളാണ്. മ്യാൻമാർ, ശ്രീലങ്ക, മാൽദീവ്സ്, ജിബൂട്ടിയിലാണ് ചൈനയുടെ ആദ്യത്തെ സൈനിക താവളം ഉള്ളത്, ചൈനയ്ക്ക് പുറത്തുള്ള. ശ്രീലങ്കയിൽ ഒരു പോർട്ട് ചൈനക്കാർ 1.2 ബില്യൺ ചെലവിൽ നിർമ്മിച്ചു കൊടുത്തു. ഇപ്പോൾ 2 വർഷത്തിന് മുമ്പ് 2017 ഇതിന് തിരിച്ചടവ് എങ്ങനെ അടയ്ക്കാമെന്ന് ശ്രീലങ്കക്കാർ ആലോചിച്ചപ്പോൾ അവർക്ക് ഒരു രക്ഷയില്ല. ഇത്രയും തുക ഇത്രയും കുറഞ്ഞ കാലയളവിൽ എങ്ങനെ കൊടുക്കും? അതിന് ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ വളരെ കൂടുതലാണ്. അവസാനം ശ്രീലങ്ക എന്ത് പറഞ്ഞറിയോ? വിട്ടുകൊടുക്കുക. ചൈന നിങ്ങളങ്ങ് എടുത്തോളാൻ പറഞ്ഞു, നിങ്ങൾ തന്നെ ഉണ്ടാക്കിയത്, നിങ്ങൾ തന്നെ എടുത്തോളാൻ പറഞ്ഞു. 99 വർഷത്തെ ലീസിന് ഈ പോർട്ട് ചൈന കൊടുത്തു. ചൈന കൊടുത്തല്ല, ചൈനയ്ക്ക് കൊടുത്തു 99 വർഷത്തെ ലീസിന്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലങ്കയ്ക്ക് അതിന് തിരിച്ചടയ്ക്കാൻ വഴിയില്ല. ഇപ്പോൾ അതിനെതിരെ തിരിച്ചു വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ സമരമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും വന്നപ്പോൾ ഈ കോസ്റ്റ് കൊടുക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് ചൈനയ്ക്ക് തന്നെ കൊടുത്തു. ചൈന
അവിടെ ഒരു താവളം അവരെ ഉണ്ടാക്കി, ഒരു പോർട്ട് അവരുടെയാണ്. ചൈന, ഒരു ശ്രീലങ്കയിലെ ഒരു പോർട്ട് ചൈനയുടെയാണ്. അതേ കണക്ക് പാകിസ്ഥാനിലെ 40% 45 വർഷത്തിലേക്ക് ലീസിന് ഒരു പോർട്ട് എടുത്തിട്ടുണ്ട് ചൈന. ചൈന ആഫ്രിക്കയിലേക്ക് കടന്നു കയറുകയാണ്. നിങ്ങൾക്കറിയാം 1949 ചൈനയ്ക്ക്, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയ്ക്ക് ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വം കൊടുക്കണമെന്ന് പറയുമ്പോൾ അന്ന് ഏതാണ്ട് 50-ലധികം രാജ്യങ്ങൾ അതിനെ എതിർത്തു. ഇന്ത്യ അനുകൂലിച്ചു. ഇന്ത്യ പറഞ്ഞു ഈ ചൈനയ്ക്ക് തന്നെ കൊടുക്കണം, മാവോയുടെ ചൈനയ്ക്ക് തന്നെ കൊടുക്കണം, മറ്റേ ചൈന, തായ്വാനിലെ ചൈനയല്ല, ചിയാങ് കൈഷക്കിൻ്റെ ചൈനയ്ക്ക് അല്ല കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ 50-ലധികം രാജ്യങ്ങൾ അമേരിക്കയുടെ പ്രേരണയിലാണ് അന്ന് ചൈനയ്ക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞത്. അതിൽ പല രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളായിരുന്നു. ഇന്ന് നേരെ തിരിച്ചാണ്. അമേരിക്ക അല്ല ആഫ്രിക്കൻ രാജ്യങ്ങൾ വകവെക്കുന്നത്, മറിച്ച് ചൈനയാണ്. ചൈന മുഴുവൻ പൈസ കൊടുത്തിരിക്കുകയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, കടം കൊടുക്കുക. ഈ കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല രാജ്യങ്ങൾക്കും കടം കൊടുക്കണമെങ്കിൽ അന്താരാഷ്ട്ര ഏജൻസികൾ അവർ ഒരുപാട് നിബന്ധന വെക്കും. നിങ്ങളുടെ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടോ, നിങ്ങളുടെ രാജ്യത്ത് കറപ്ഷൻ ഫ്രീ ആയിട്ടുള്ള ഗവൺമെൻറ് ഉണ്ടോ, നിങ്ങളുടെ രാജ്യത്ത് അതുണ്ടോ ഇതുണ്ടോ, പവർ സപ്ലൈ ഉണ്ടോ, കുറേ അധികം മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് അന്താരാഷ്ട്ര ഏജൻസികൾ സാധാരണ അതിൽ ലോൺ കൊടുക്കുക. തിരിച്ചു കിട്ടുക, റീപേയ്മെൻറ്റ് എബിലിറ്റിയൊക്കെ നോക്കും. ചൈനയ്ക്ക് അതൊന്നും പ്രശ്നമില്ല. ചൈനയ്ക്ക് പൈസ തിരിച്ചു കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, പൈസ അവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യാണ്. ഈ പല ലോണും റിയലൈസബിൾ അല്ല, തിരിച്ച് വാങ്ങിക്കാൻ പറ്റുന്നവയല്ല. അപ്പോഴും ചൈന അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെറ്റ് ട്രാപ്പ് എന്ന് പറയുന്ന സാധനമുണ്ട്. നിങ്ങളിൽ നിന്ന് ഒരാൾ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നിങ്ങളുടെ മുന്നിൽ നടു നിവർന്ന് നിൽക്കാൻ പറ്റില്ല, നട്ടൽ നിവർന്ന് നിൽക്കാൻ പറ്റില്ല. അത് രാഷ്ട്രീയത്തിലായാലും നിങ്ങളുടെ വീട്ടിലായാലും അതൊക്കെ അങ്ങനെ തന്നെ. കടം വാങ്ങിയവൻ്റെ ഒരു ദയനീയതയുണ്ട്. ചൈനയുടെ ഇഷ്ടം പോലെ, ചൈന ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻ ആയി കഴിഞ്ഞു. ഇൻഡസ്ട്രിയലൈസിങ് എന്നുള്ള ഒരു പീരീഡ് കഴിഞ്ഞു. അവർ ഇപ്പോൾ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയി കഴിഞ്ഞു. അപ്പോൾ ചൈനയുടെ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞു. 10-11% ആയിരുന്നു അതിൻ്റെ വളർച്ചാ നിരക്കെങ്കിൽ അതിൽ 5-6 കുറഞ്ഞു. ഇനി ചൈനയിൽ തന്നെ ഒരു വളർച്ച എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് ചൈനയിൽ ഒരുപാട് ധനികന്മാരുണ്ടാവും. ഈ ധനികന്മാർക്ക് കൊണ്ടൊന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥലമില്ല. അങ്ങനെയാണ് അവർ പുറത്തേക്ക് ഒഴുകി, കിട്ടില്ല എന്ന് കണ്ടാൽ പോലും ചില പൈസകളൊക്കെ കൊടുത്ത് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആഫ്രിക്ക എന്ന് പറയുന്നത് ചൈനയുടെ മറ്റൊരു രൂപമായി ഇപ്പം മാറിയിട്ടുണ്ട്. ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് നടത്തിയിരിക്കുന്ന 2 രാജ്യങ്ങളിലൊന്നാണ് ചൈന. നമ്പർ 1 ചൈനയാണ്, മറ്റൊന്ന് ഇന്ത്യയാണ്. ഇന്ത്യക്കും നല്ല തോതിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ആഫ്രിക്ക മറ്റൊരു കൊളോണിയലിസത്തിന്, ഇൻവേഷന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പോകുന്നത് പൈസ. പണ്ട് അധികാരമായിരുന്നെങ്കിൽ ഇപ്പോൾ പണം, അതുവഴിയാണ്. ഇതാണ് ചൈനയുടെ ഒരു പോളിസി. ഈ രാജ്യങ്ങൾ ആരും തന്നെ ചൈനയ്ക്കെതിരെ വോട്ട് ചെയ്യില്ല. ഈ UN ഇപ്പോൾ WHO ഒക്കെ എന്തുകൊണ്ടാണ് ചൈനയുടെ കയ്യിൽ ഇരിക്കുന്നതെന്ന് ഇപ്പോൾ പലരും പറയില്ല. അപ്പോൾ കോവിഡ് വന്നപ്പോൾ അമേരിക്കയ്ക്ക് ഇറങ്ങി പോകേണ്ടി വന്നു WHO നിന്ന്, ട്രംപിൻ്റെ നേതൃത്വത്തിൽ. മറ്റത് അമേരിക്കയുടെ കയ്യിലിരിക്കും. ഈ ഐക്യരാഷ്ട്രസഭയിലെ മുഴുവൻ സംഘടനകളും ബോഡീസും എല്ലാം അമേരിക്കയുടെ കയ്യിലായിരിക്കും. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ചൈനയാണ് വോട്ട്. അതായത് വോട്ട് എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു വോട്ടാണെങ്കിൽ ചൈന ഈ പൂറായിട്ടുള്ള എല്ലാ രാജ്യങ്ങളെയും പർച്ചേസ് ചെയ്ത് കളയും. അവർക്ക് ലോൺസും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത്. അപ്പോൾ വോട്ട്, ഐക്യരാഷ്ട്രസഭയിലൊക്കെ ഒരു വോട്ടിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചൈനയെ മിക്കവാറും ഈ ഇപ്പോൾ WHO മേധാവിയെ തന്നെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ചൈനയുടെ പ്രതിനിധിയാണ് അദ്ദേഹം. അതാണ് അദ്ദേഹം ആദ്യം കുറച്ച് പ്രസ്താവനകളെല്ലാം ചൈനയ്ക്ക് അനുകൂലമായി, ചൈനയെ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിൽ നടത്തിയെന്ന് പറഞ്ഞാണല്ലോ അമേരിക്ക WHO നിന്ന് വിട്ടുപോയത്. ഈ അന്താരാഷ്ട്ര വേദികളിലെല്ലാം ഏറ്റവും കൂടുതൽ പ്രസൻസ്, ഏറ്റവും കൂടുതൽ മേധാവിത്വം കിട്ടുന്ന രീതിയിൽ ചൈന വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇത്രയധികം മുസ്ലിം രാജ്യങ്ങൾ പലപ്പോഴും മാക്രോൺ ഒരു പ്രസ്താവന ഫ്രാൻസിൽ അല്ലേ, ഒരാളുടെ കഴുത്തറുത്ത് കൊന്നു. ഒരു പെൺകുട്ടി ഇസ്ലാമിനെ കുറിച്ച്, ഒരു കമാരക്കാരിയായ ഒരു പെൺകുട്ടി ഇസ്ലാം ഫിൽത്താണ് എന്ന് പറഞ്ഞു, മാലിന്യമാണ് എന്ന് പറഞ്ഞതിന് ആ കുട്ടി ഇപ്പോഴും കഴിഞ്ഞ 1 വർഷമായിട്ട് സ്വന്തം സ്കൂളിൽ നിന്ന് അവളെ മാറ്റിയിട്ട് ഒരു സൈനിക സ്കൂളിലാണ് പഠിക്കുന്നത്. ആ കുട്ടിക്ക് ഇപ്പോഴും 1 മിനിറ്റിൽ 30 ഹെയ്റ്റ് കോൾസ് വഴി ഹെയ്റ്റ് മെസ്സേജസ് കിട്ടുമെന്നാണ്. 1 മിനിറ്റിൽ 30 അയച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ 1 വർഷം കഴിഞ്ഞിട്ട്. അതുപോലെ മാക്രോൺ ഈ മതനിന്ദ അല്ലെങ്കിൽ മതത്തെ വിമർശിക്കാനുള്ളത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്ന് പറഞ്ഞാൽ അതിനെ ന്യായീകരിച്ച അദ്ദേഹത്തിൻ്റെ നടപടിക്കെതിരെ ആരൊക്കെയാണ്? ടർക്കിയുടെ പ്രസിഡന്റ്, നമ്മുടെ ഇമ്രാൻഖാൻ, എന്തൊക്കെ ലോക മുസ്ലിം രാജ്യങ്ങൾ, ബംഗ്ലാദേശിലൊക്കെ നടന്ന ഭീകരമായ റാലികളാണ്. ഒരു പ്രസ്താവനയുള്ളൂ. ബ്ലാസ്ഫമി ചെയ്യാനുള്ള അവകാശമുണ്ട്. ചൈനീസ് ഭരണഘടന അല്ലെങ്കിൽ ചൈനീസ് മൂല്യമാണത്, സെക്കുലർ രാജ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ ഇസ്ലാമിക് സെപ്പറേറ്റിസം
ഫ്രാൻസിലുണ്ട് എന്ന് പറഞ്ഞു. സെപ്പറേറ്റിസം എന്നുള്ള വാക്കാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ മൊത്തത്തിലുള്ള സംസ്കാരമായിട്ട് യോജിച്ച് പോകാതിരിക്കുക. അതിന് മാക്രോണിൻ്റെ മുഖം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, കോലം കത്തിക്കൽ എന്ന് പറയാൻ പോരാ, ലോകമെമ്പാടും നടന്ന കാര്യമാണ്. അത്രമാത്രം വലിയൊരു ആവേശത്തിലായിട്ട് അല്ലെങ്കിൽ വളരെ വന്യമായ ഒരു പ്രതികരണമായിരുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി കാര്യങ്ങൾ ചൈനയിലെ സിൻജിയാങ്ങിൽ വീഗർ മുസ്ലിംസിനെതിരെ നടന്നിട്ട് ടർക്കിയോ പാകിസ്ഥാനോ അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങൾ ഒവൈസിയോ, എന്തിനേറെ ഇവർക്ക് വേണ്ടി എപ്പോഴും ശബ്ദിക്കാനും മരിക്കാനും തയ്യാറാണെന്നൊക്കെ പറയുന്ന ചില പാർട്ടിക്കാരോ ഒന്നും നടത്തുന്നില്ല. ആരും നടത്തുന്നില്ല. ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ എന്നാലും ഇതൊരു വലിയൊരു പ്രശ്നം. ഗാസ പോലെ ഒരു പ്രശ്നം എന്തുകൊണ്ട് വീഗർ മുസ്ലിംസിന്റെ പ്രശ്നം ഗാസ പോലെ ആവുന്നില്ല? ദിവസവും നമ്മൾ ഗാസയ്ക്ക് വേണ്ടി സമരം ചെയ്തിട്ടുള്ളത്, പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സമരം വരുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും ഒരു ക്യാമ്പയിൻ കണ്ടിട്ടുണ്ടോ? മതപരമായ പീഡനം നേരിടുന്ന, മതജീവിതം നയിക്കാൻ കഴിയാതെ പീഡിപ്പിക്കപ്പെടുന്ന വീഗർ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രസ്താവനയെങ്കിലും ഇവിടുത്തെ സോ കോൾഡ് മതസംരക്ഷകരിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണില്ല. അതാണ് ഇത്. ചൈന തൈവാൻ ബന്ധമാണ്. തൈവാൻ നിങ്ങൾ കാണുന്ന ഈ തൈവാൻ കണ്ടില്ലേ, ചെറിയ ഒരു ദ്വീപാണ്. ഫോർമോസ കടലിടുക്ക് എന്ന് പറയും. ഈ ദ്വീപിലേക്കാണ് ചിയാങ് കൈഷക്ക് അന്ന് പോരുന്നത് ആഭ്യന്തര യുദ്ധത്തിൽ. പക്ഷേ ഇവർ രണ്ടുപേരും പറയുന്നൊരു കാര്യം, ഒരു രാജ്യം ആണ്. അതായത് ഈ ചിയാങ് കൈഷക്ക് പറഞ്ഞത് കുമിങ് താങ് കഷി, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. എൻ്റെയർ ചൈന ഇവിടെയുള്ള ഗവൺമെൻറ്റാണെന്ന്. ഇവർ പറയുന്നത് എൻ്റെയർ ചൈന ഇതോടുൾപ്പെടെ ഇവിടെയുള്ള ഗവൺമെൻറ്റാണ്. ഇതാണ് ടു നേഷൻ തിയറി. ഇപ്പോൾ തൈവാന് ചൈനയുടെ സമ്മർദ്ദം കാരണം WHO ഒന്നും അംഗീകരിച്ചിട്ടില്ല തൈവാന്. എപ്പോഴും ഏതാണ്ട് ആയിരക്കണക്കിന് മിസൈലുകളാണ് ഈ തൈവാനെതിരെ അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ചൈന. ഈ കോവിഡ് തന്നെ വന്നപ്പം നല്ല റെക്കോർഡ്, അത് ഡീൽ ചെയ്യുന്നതിൽ ബെറ്റർ റെക്കോർഡ് തൈവാനായിരുന്നു. പക്ഷേ തൈവാൻ്റെ യാതൊരു കാര്യങ്ങളും ചോദ്യങ്ങൾ ചോദിച്ചാൽ പോലും WHO ആരും ഒന്നും മിണ്ടത്തില്ല. കാരണം ചൈന പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒന്നും അംഗീകരിക്കാനേ പാടില്ല, ഒറ്റ ചൈനയേ ഉള്ളൂ, അത് ഞങ്ങളാണ് എന്നുള്ളതാണ്. ഈ ചൈന എന്തെങ്കിലും ഇതിൻ്റെ കൂടെ ആകണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ, അങ്ങനെയാണ്, ഒരു ചൈനയേ ഉള്ളൂ. പക്ഷെ തൈവാൻ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതൊരു ദ്വീപാണ്, ചൈനയുടെ ഭാഗമാണ്. എന്നാൽ ചൈനയുടെ ഭാഗമായിട്ടല്ല നിൽക്കുന്നത്. അതൊരു കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്പാണ്. അതുപോലെ തന്നെ ഹോങ്കോങ് ബ്രിട്ടീഷുകാരിൽ നിന്ന് ചൈനയ്ക്ക് കിട്ടിയത്. അതുകൊണ്ടോ ഈ ഹോങ്കോങ് എന്ന് പറയുന്ന സ്ഥലം, ഇത് ഇത്രയും വലുതായിട്ട് ഇതിനകത്ത് കാണുന്നെങ്കിലും വളരെ വളരെ ചെറുതാണ്. ചെറിയ ചെറിയ പഞ്ചായത്തിന് അത്രയേ ഉള്ളൂ. ഹോങ്കോങ് ഒരു കാലഘട്ടത്തിൽ ചൈനയേക്കാൾ വലിയ തോതിൽ വ്യാവസായികമായ മുന്നോക്കം നേടിയ ഒരു രാജ്യമാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിലായിരുന്നു. 97 അവർ കളഞ്ഞിട്ട് പോയി. അപ്പോൾ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി 50 വർഷത്തേക്ക് എന്താണോ അവസ്ഥ അത് നിലനിർത്തുക, ഫോർ 50 years. അപ്പോൾ 2047 വരെ ഹോങ്കോങ്ങിൽ ജനാധിപത്യമുണ്ട്, അവിടെ സ്വന്തമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ക്യാപിറ്റലിസ്റ്റ്. അന്ന് ചൈന ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആയിരുന്നില്ല. ഈ കമ്മ്യൂണിസത്തിൻ്റെ വരണ്ട അതേ കണക്കുള്ള അന്ന് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന സമയമാണ്. അന്നാണ് മാവോ ലക്ഷക്കണക്കിന് ആളുകളെ പട്ടിണിക്കിട്ട് കൊന്ന കാലഘട്ടത്തിൽ. അന്നും ഹോങ്കോങ് വലിയ തോതിൽ വ്യാവസായികമായിട്ടും ഒക്കെ ഉയർന്നു നിൽക്കുന്ന സമയം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ മെയിൻലൈൻ ചൈനയാണ് കൂടുതൽ വികസനം. ഹോങ്കോങ്ങിൻ്റെ വളർച്ചയേക്കാൾ കൂടുതൽ വളർച്ച ചൈന നേടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഈ വിഷയത്തോടുള്ള പല രാജ്യങ്ങൾ, ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ, അമേരിക്ക പോലെയുള്ള, അതുപോലെ തന്നെ ഫ്രാൻസ്, ബ്രിട്ടൻ, ജപ്പാൻ പോലെയൊക്കെയുള്ള രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഈ യുഗ മുസ്ലിംസിൻ്റെ അവരുടെ പ്രെഡിക്കമെൻറ്റിനെ കുറിച്ച് വലിയ കൺസേൺ ആണ്. അവിടെയൊക്കെ റാലികൾ നടത്താറുണ്ട്, അവർ വോട്ട് ചെയ്യാറുണ്ട്, പ്രമേയങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. പക്ഷേ മുസ്ലിം രാജ്യങ്ങൾ അങ്ങനെയല്ല. ഇമ്രാൻഖാനോട് ഈ അടുത്തിടെ ഒരു ചോദ്യം ചോദിച്ചു, 2020 ഒക്ടോബറിൽ ചോദിച്ചു, ഈ വീഗ മുസ്ലിംസിനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇമ്രാൻഖാൻ പറഞ്ഞത് അതെന്താണ്, എനിക്കത് അറിയില്ല എന്നാണ്. എനിക്ക് അങ്ങനെ ഒരു വിഷയം ഉള്ളതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ തൊട്ടടുത്താണ്. അതായത് ഈ സിൻജിയാങ്ങിൻ്റെ അയൽപ്രദേശങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, റഷ്യ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യയുടെ മാപ്പ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ അയൽ രാജ്യമല്ല. പാകിസ്ഥാൻ്റെ മാപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ അയൽ രാജ്യമല്ല. അത് രണ്ടുപേരും രണ്ട് രീതിയിലാണല്ലോ മാപ്പ് വരയ്ക്കുന്നത്. പിന്നെ മംഗോളിയ, ടിബറ്റ്, ഇതൊക്കെയാണ് രാജ്യങ്ങൾ. പക്ഷേ ഇദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു കാര്യം എനിക്കറിയില്ല എന്നാണ്.
എന്നിട്ട് ഇദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഈ സേ ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറഞ്ഞു, ഈ ചൈനയുമായിട്ടുള്ള വിഷയങ്ങളൊന്നും ഞങ്ങൾ അങ്ങനെ പരസ്യമായിട്ട് പറയാറില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രൈവറ്റായിട്ട് സംസാരിക്കുകയുള്ളൂ. എത്ര ഭവ്യതയാണെന്നറിയോ? ചൈനയുടെ ഏറ്റവും വലിയ, അവരുടെ ചൈനീസ് സഹായത്തിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറീസാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതിൻ്റെ സൈന്യം, ഇന്ത്യക്കെതിരെയുള്ള നീക്കങ്ങൾ, ഇതിനെല്ലാം തന്നെ ഒരു ഏറ്റവും വലിയ ഒരു ഇതായിട്ട് നിൽക്കുന്ന രാജ്യമാണ് ചൈന. അതുകൊണ്ട് തന്നെ ചൈനയിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പാകിസ്ഥാൻ മാക്രോണിൻ്റെ പ്രസ്താവനയെടുത്ത് അലക്കണമെന്നും ഷീ ജിൻപിങ്ങിൻ്റെ പ്രസ്താവനയൊന്നും അലക്കില്ല. വളരെ മര്യാദയായിട്ട് അത് വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രൈവറ്റായിട്ട് സംസാരിക്കുകയാണ്. അതുകൊണ്ടാണ് മുസ്ലിം രാജ്യം. ആണോ, വി ഡു ടോക്ക് അബൌട്ട് തിങ്സ് വിത്ത് ചൈന പ്രൈവറ്റ്ലി, നോട്ട് പബ്ലിക്ലി. വേറെ എങ്ങുമില്ല, ചൈനയോടാകുമ്പോൾ ഞങ്ങളത് അങ്ങനെ പറയൂ. അത്രയും വലിയ വിധേയത്വമാണ് ഇമ്രാനൊക്കെ മാക്രോണിനെതിരെ എന്തുമാത്രം പ്രസ്താവനയാണ് നടത്തിയത്. അതുപോലെ തന്നെ ടർക്കിയിൽ ഇവരൊക്കെ ടർക്കി വംശജരായതുകൊണ്ട് അവിടെയുള്ള ആളുകളുമായിട്ടൊക്കെ ബന്ധമുണ്ട്, ചരിത്രപരമായ ബന്ധമുണ്ട്. അതുകൊണ്ട് അവരവിടെ റാലികളും പ്രതിഷേധങ്ങളൊക്കെ നടത്തും. പക്ഷേ ടർക്കി രാജ്യം എന്ന നിലയിൽ ഔദ്യോഗികമായിട്ട് ഈ വീഗർ മുസ്ലിങ്ങൾ അവരുടെ പ്രശ്നത്തെക്കുറിച്ചൊന്നും കാര്യമായിട്ട് യാതൊന്നും നടത്തിയിട്ടില്ല. അടുത്തിടെ വരെ നീണ്ട കാലം വലിയ തോതിൽ സൈലൻ്റ് ആയിരുന്നു. അതിൻ്റെ കാരണം ടർക്കിയും ചൈനയുമായിട്ട് അത്ര മികച്ച ബന്ധമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് നോക്കിയാലും ബയലാറ്ററൽ റിലേഷൻ വെച്ച് നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള ബന്ധമാണ് ടർക്കിയും ചൈനയും തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മാക്രോണിനെ വിളിച്ചത് ഇൻസെയിൻ, തലയ്ക്ക് സുഖമില്ലാത്ത ആൾ എന്നുള്ള രീതിയിലാണ് മാക്രോണിനെ കുറിച്ച് എർദോഗാൻ സംസാരിച്ചത്. അന്ന് സാമുൽ പാറ്റിയുടെ ബിഹെഡിങ് സമയത്ത് ആ പ്രസ്താവനയായിട്ട് ബന്ധപ്പെടുത്തി. പക്ഷേ ഇവിടെ എർദോഗാൻ്റെ നാവ്, ഈ വീര്യമുള്ള നാവൊന്നും ഇവിടെ വിലപ്പോകുന്നില്ല, ഒന്നുമില്ല. ആകെ അവർ ചെയ്തത്, അടുത്തിടെ അവിടുത്തെ ഒരു വിദേശകാര്യ ഉപദേഷ്ടാവ്, ഈ മനുഷ്യൻ അബ്ദുൾ റഹീം ഹെയ്റ്റ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, പുള്ളി ഒരു വീഗർ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ഒരു സംഗീതജ്ഞനും ഒരു ഗിറ്റാറിസ്റ്റും വളരെ പ്രസിദ്ധനുമാണ്. ഒരുപാട് യൂട്യൂബിലൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ. ഇദ്ദേഹം ഡിസപ്പിയർ, ഇദ്ദേഹത്തെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് വന്നു. ഇത് വന്നപ്പോൾ ഇറ്റ് ഈസ് നോ ലോങ്ങർ എ സീക്രട്ട് ദാറ്റ് മോർ ദാൻ 1 million വീഗർ ട്രക്സ് incurring arbitrary arrest are subjected to the torture and political brainwashing in internment camps and prisons എന്ന് ടർക്കിഷ് ഫോറിൻ മിനിസ്ട്രി ഒരു പ്രസ്താവന ഇറക്കി. അതായത് ഇപ്പോൾ ഇതാദ്യം ഇങ്ങനെ ക്യാമ്പുകൾ ഉണ്ടെന്നുള്ള വിവരം 2017 ആദ്യമൊക്കെ വളരെ ശക്തമായപ്പം ചൈന നിഷേധിച്ചിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞിട്ട് ചൈന പറഞ്ഞു, ക്യാമ്പുകളൊക്കെ ഉണ്ട്, ഞങ്ങൾ കൂടുതൽ കെട്ടുകയാണ്, പക്ഷേ അത് നിങ്ങൾ പറയുന്ന ക്യാമ്പല്ല, അത് ബോർഡിംഗ് സ്കൂളുകളാണ് എന്നുള്ള രീതിയിലേക്ക് മാറിയിരുന്നു. കാര്യം ഈ സാറ്റലൈറ്റ് പിക്ചർ എടുക്കുമ്പോൾ ഈ സാധനം കാണുമല്ലോ, ഇതെന്തിനാണെന്ന്, ധാന്യപ്പുരകളോ ഗോഡൗണുകളോ ഒന്നുമല്ല, ആമസോണിൻ്റെ പുതിയ ഗോഡൗണൊന്നും അല്ല. അപ്പം മനുഷ്യരെ പഠിപ്പിക്കുന്ന അല്ലെ എന്തോ ചെയ്യുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പം ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി. ഇദ്ദേഹം പറഞ്ഞു, ഈ മനുഷ്യനെ കാണാനില്ല. ടർക്കിക്ക് വംശജനാണ്, ഈ വീഗർ മുസ്ലിം കൾച്ചറും അതിൻ്റെ ഒരു കലാകാരനാണ്, വളരെ പ്രസിദ്ധനാണ്. ഇയാളെ ചൈനക്കാരെ കൊന്നതാണെന്ന് പറഞ്ഞ് ഫോറിൻ മിനിസ്റ്ററുടെ ഒരു പ്രസ്താവന വന്നു. ഇത് ഒരു വിഷയമായി. ചൈന എന്ത് ചെയ്തെന്നറിയോ? ചൈന കുറച്ച് കഴിഞ്ഞിട്ട് ഇയാളെ, ഈ ചൈനയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള ഒരു സ്ഥലമുണ്ട്, ഈ കൺഫെഷൻ എന്ന് പറയുന്ന സ്ഥലം, പബ്ലിക് കൺഫെഷൻ. മിക്കവാറുമുള്ള ഈ പാർട്ടിയുടെ ശത്രുക്കളെയൊക്കെ അവർ കൊല്ലുന്നതിന് മുമ്പ് അവരെ കൊണ്ട് പരസ്യമായിട്ട് കൺഫെഷൻ ചെയ്യും. ഞാനാണ് തെറ്റ് ചെയ്തത്, ഞാൻ മാത്രമാണ് തെറ്റ് ചെയ്തത്, പാർട്ടി ഒന്നും അറിഞ്ഞില്ല, എൻ്റെ കുഴപ്പമാണ്, അതുകൊണ്ട് ഞാൻ ജീവിക്കാൻ തന്നെ യോഗ്യനല്ല എന്നൊക്കെ പറഞ്ഞ് മാപ്പ് ചോദിക്കും, രാഷ്ട്രത്തോടൊക്കെ മാപ്പ് ചോദിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും വെറുതെ വിടുമെന്നു. അങ്ങനെയല്ല, കൊല്ലുന്നതിന് മുമ്പ്, ചത്ത് കഴിഞ്ഞാൽ അവൻ കൺഫെഷൻ ഉണ്ടല്ലോ. ഇതേ കണക്ക് ഇയാളെ ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട് കൺഫസ് ചെയ്തു, ഞാൻ രാജ്യത്തിൻ്റെ ഐക്യത്തിനും ഏകതയ്ക്കും എതിരെ ചില നയങ്ങളൊക്കെ സ്വീകരിച്ചു, അതുകൊണ്ട് ഞാനൊരു ചെറിയ ഒരു പണിഷ്മെൻറ്റ് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ല എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ ആരോഗ്യമൊക്കെ വളരെ നല്ലതാണ്, ഞാൻ മരിച്ചിട്ടൊന്നുമില്ല, ഞാൻ മരിച്ചു എന്നൊക്കെയുള്ള പ്രസ്താവന വളരെ നിന്ദ്യവും നീചവും ഒക്കെയാണ് എന്ന രീതിയിൽ ഇദ്ദേഹത്തെ കൊണ്ട് പരസ്യമായിട്ട് കൊണ്ടുവന്ന് ചൈന ഒരു വീഡിയോ സംപ്രേഷണം ചെയ്തു. അതിനുശേഷം ടർക്കിയുടെ വിദേശകാര്യ വക്താക്കൾ മിണ്ടിയിട്ടില്ല. കാരണം ഇവർ പറഞ്ഞ കാര്യം ശരിയാണ്, അവിടെ വലിയ തോതിൽ പീഡനമൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഈ വിഷയം, ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഈ വിഷയം
ശരിയല്ല എന്നുള്ളൊരു ധാരണ വന്നു. അതിനുശേഷം ടർക്കി ഒന്നും മിണ്ടിയിട്ടില്ല, ഈ മനുഷ്യനെ പ്രൊഡ്യൂസ് ചെയ്തവർ. ഞാൻ പവർ പോയിന്റ് ഇത്രേ പറഞ്ഞുള്ളൂ. ഈ പ്രസൻറ്റേഷൻ ഞാൻ പറഞ്ഞൊരു കാര്യം, മതങ്ങൾ തമ്മിലുള്ള ഇടപെടൽ. എന്തുകൊണ്ട് ഒരു മതം ശക്തമായെടുത്ത് മറ്റൊരു മതത്തെ അനുവദിക്കുന്നില്ല? അതാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്. ഈ കമ്മ്യൂണിസത്തിൽ ബേസിക്കലി എന്തുകൊണ്ടാണ് അവർ മതത്തെ അംഗീകരിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മതം സൂപ്പർസ്റ്റീഷ്യസ് ആയതുകൊണ്ടൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസം സൂപ്പർസ്റ്റീഷ്യസ് അല്ലേ, അല്ലെ സൂപ്പർസ്റ്റീഷൻ അല്ലേ എന്നൊരു ചോദ്യം തിരിച്ചു വരും. രണ്ടുമാണ്. രണ്ടിലും പ്രത്യേകിച്ച് തെളിവോ യുക്തിയോ ശാസ്ത്രീയതയോ ഒന്നും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ രണ്ടിലുമുണ്ട്. ഒന്നൊരു എക്കണോമിക് സൂപ്പർസ്റ്റിഷനാണ് ബേസിക്കലി, മറ്റൊന്നുള്ള കുറേ കൂടെ സ്പിരിച്വൽ സൂപ്പർസ്റ്റിഷൻ എന്ന് പറയും. പക്ഷേ എന്തുകൊണ്ടാണ് മതത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ബേസിക്കായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അംഗീകരിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് മതങ്ങൾ ഒരിടത്ത് വാഴില്ല. രണ്ടുപേരും സമഗ്രാധിപത്യത്തിന് വേണ്ടിയാണ് പൊരുതുന്നത്. ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രോലട്രിയേറ്റ് എന്ന് പറയുന്നതും ഈ കൾച്ചറൽ ഡിക്റ്റേറ്റർഷിപ്പ്, ഒരു മതം അല്ലെ ഒരു വംശം, ഇത് രണ്ടും തമ്മിൽ എപ്പോഴും ക്രോസ് പർപ്പസസ് ആയിരിക്കും. അവർക്ക് തമ്മിൽ ഒരിക്കലും ഒരുമിച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒന്ന് മറ്റൊന്നിനെ തിന്നാൻ നോക്കും. തിന്നാൻ സാധിക്കില്ലെങ്കിൽ മാത്രമേ അവർ തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരു ഐക്യം ഉണ്ടാവുള്ളൂ. അതിനെയാണ് നമ്മൾ മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മതസൗഹാർദ്ദം ചൈനയിൽ ഉണ്ടാവേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഈ വീഗർ മുസ്ലിംസിന്, അവിടെ ഒരു ജനാധിപത്യ രാജ്യമാണെങ്കിൽ അങ്ങനെ വരില്ല. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വരേണ്ട ഒരു പാർട്ടിയാണെങ്കിലും അങ്ങനെ വരില്ല. പക്ഷേ കമ്മ്യൂണിസം ഏകാധിപത്യപരമായിട്ട് നടപ്പിലാക്കുന്ന രീതിയിലാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റൊരു മതത്തെ അവർ അനുവദിക്കില്ല. ഇനി മുസ്ലിങ്ങളായതുകൊണ്ടാണ് അവരെ പീഡിപ്പിക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ചൈന ഇത്തരത്തിലുള്ള റബല്യസ് ആയിട്ടുള്ള എല്ലാ മൈനോറിറ്റിയോടും അവരുടെ ഭരണകൂടം ചെയ്യുന്ന ഒരേ കാര്യം തന്നെയാണ്, അവരെ അടിച്ചമർത്തിയിട്ട് ആ ഒരു ദേശീയമായിട്ടുള്ള ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഇതിലേക്ക് കൊണ്ടുവരിക. യാതൊരു രീതിയിലുള്ള ഡീവിയേഷൻ അവർ അനുവദിക്കില്ല, വ്യത്യസ്തത അനുവദിക്കില്ല. നമ്മളിവിടെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയുന്ന രീതിയിലൊന്നും ഒരു രീതിയിലും അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഇത്തരം ഒരു ജനത മുഴുവൻ, ഒരു സമൂഹത്തിൻ്റെ 1/7 ആളുകൾ ജയിലിലായിരിക്കുമ്പോഴും ലോകം മുഴുവൻ ഏതാണ്ട് നിശബ്ദതയിലാണ്. അതിൻ്റെ കാരണം ചൈന ഒരു വലിയ സാമ്പത്തിക ശക്തിയായി, ഒരു സൈനിക ശക്തിയായി വളർന്നു വരികയാണ്. ലോകത്തിൻ്റെ അടുത്ത യൂണിപോളാർ ജയൻ്റ് എന്ന് പറയാവുന്ന രീതിയിലേക്ക് ചൈന മാറുകയാണ്. നിങ്ങൾക്കറിയാം, ഒരു 20-25 വർഷത്തിന് മുമ്പ് അമേരിക്കൻ എക്കോണമിയുടെ 20-1 ചൈനീസ് എക്കോണമി എങ്കിൽ ഇന്ന് അമേരിക്കൻ എക്കോണമിയുടെ ഏതാണ്ട് 65-70% വലിപ്പമുള്ള ഒരു എക്കോണമിയാണ് ചൈനയിലുള്ളത്. അത് GDP പാരിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനയാണ് അമേരിക്കയേക്കാൾ മുന്നിൽ നിൽക്കുന്നത്. അതാണ് അതിനെക്കാട്ടി രസം. നമ്മൾ GDP പല രീതിയിൽ എടുക്കും. ഡോളറിൽ GDP എടുക്കുന്നതുകൊണ്ടല്ല, ഈ വസ്തുക്കളുടെ മൂല്യം വെച്ച്. ഉദാഹരണമായിട്ട് നമ്മൾ ഒരു ചായക്ക് അമേരിക്കയിൽ $2 ഇരിക്കട്ടെ, ഇവിടെ യഥാർത്ഥത്തിൽ 10 രൂപയുള്ളൂ അല്ലെങ്കിൽ 7 രൂപയുള്ളൂ. പക്ഷേ 7 രൂപ സമയം $2 അല്ല. ഇവിടെ 7 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചായ കുടിക്കാം. പക്ഷെ അവിടെ $2 എന്ന് പറയുമ്പോൾ 140 രൂപ ഉണ്ടെങ്കിൽ അവിടെ ചായ കുടിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പൈസ എല്ലാം ഡോളറിലേക്ക് ആക്കുമ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടം വരും. അതുകൊണ്ടാണ് ഇന്ത്യ 5ാം സ്ഥാനത്തൊക്കെ വരുന്നത്. പക്ഷേ ഈ വസ്തുവകൾ വാങ്ങിക്കാൻ കഴിയുന്ന വസ്തുവകൾ, അവിടെ ഡൊമസ്റ്റിക് ആയിട്ട് വാങ്ങിക്കാൻ കഴിയുന്ന വസ്തുവകളുടെ മൂല്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേറെ ഒരു കണക്കാണ് കിട്ടുന്നത്. ആ കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ചൈനയാണ് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി, അമേരിക്ക അല്ല. ആ ഒരു മാറ്റം ആണ് ഒരുപക്ഷെ ഈ ഇനി അടുത്ത തവണ ഐക്യദാർഢ്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. പിന്നീട് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ സമീപനം? ഇന്നിപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ വീഗർ മുസ്ലിംസിൻ്റെ അവർ ഖുറാൻ വായിക്കാൻ സമ്മതിക്കുന്നില്ല, താടി വളർത്താൻ സമ്മതിക്കുന്നില്ല, ഫാസ്റ്റിംഗ് സമ്മതിക്കുന്നില്ല, അവരുടെ ഭാഷ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ഒരുപാട് ബുദ്ധിമുട്ട്, ടെക്സ്റ്റ് മെസ്സേജസ് അയക്കാൻ സമ്മതിക്കുന്നില്ല, മതമായിട്ട് ബന്ധപ്പെട്ട എല്ലാം തിരസ്കരിക്കാൻ പറയുന്നു. ഇതാണോ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതല്ല. കാര്യം ഇങ്ങനെ നിങ്ങൾ ഒരിക്കൽ അടിച്ചമർത്തിയോ അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് ബോധപൂർവം ഒരു കാര്യം എടുത്ത് മാറ്റുകയോ ചെയ്യുമ്പോൾ അവൻ കരുതും അവൻ എന്തോ വലിയൊരു സാധനമാണ് നഷ്ടപ്പെടുന്നത്. ഈ പറയുന്ന ഞങ്ങളുടെ സാഹിത്യവും ദൈവവും
ഇതൊക്കെ ഭയങ്കര സംഭവമാണ്. ഇതൊക്കെ നമ്മളിൽ നിന്ന് ആരോ എടുത്തു മാറ്റുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കിട്ടുന്ന ആദ്യത്തെ ചാൻസിൽ ഒരു സ്പ്രിങ് പോലെ ഈ സാധനം തിരിച്ചു വരും. റഷ്യയിൽ ഈ ഓർത്തഡോക്സ് ചർച്ച് തിരിച്ചു വന്നതുപോലെ ഇന്ന് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ സ്വാധീനം എത്രമാത്രം ഉണ്ടെന്ന് അറിയാനായിട്ട് എല്ലാ വർഷവും -डिग्री ഊഷ്മാവിലുള്ള വെള്ളത്തിലാണ് വ്ളാഡിമിർ പുടിൻ മുങ്ങിപ്പൊങ്ങുന്നത്, എല്ലാ പാവങ്ങളും പോകാനായിട്ട്. അത്രയ്ക്ക് ശക്തമാണ്. ആ രാജ്യം മുഴുവൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതാണ്ട് 75 വർഷത്തോളം ഭരിച്ചിരുന്നു എന്ന് ആലോചിക്കുക. ഇങ്ങനെയല്ല മതത്തെ നേരിടുന്നത്. ഇങ്ങനെ മതത്തെ നേരിടാമെന്നൊക്കെ കരുതുന്നത് വിഡ്ഢിത്തരമാണ്. അടിച്ചമർത്തിയും ജയിലിൽ പിടിച്ചിട്ടും അല്ലെങ്കിൽ എന്താ പറയുക, അവകാശങ്ങൾ നിഷേധിച്ചും നിങ്ങൾക്കൊരു മതത്തെ അടിച്ചമർത്താൻ കഴിയുമെങ്കിൽ എത്ര എളുപ്പമായിരുന്നു. അങ്ങനെയാണെങ്കിൽ കാര്യം ഇതങ്ങനെയല്ല. ഏതെങ്കിലും ഫീലിങ്സോ ഏതെങ്കിലും അന്ധവിശ്വാസങ്ങളോ അങ്ങനെ ഇല്ലാതാക്കാൻ പറ്റില്ല. വികസനം കൊണ്ടുവന്ന് ഇപ്പോൾ ഇവർ പറയുന്നത് ഹൈസ്പീഡ് ട്രെയിൻ കൊടുത്തോ ദാരിദ്ര്യം ഇല്ലാതാക്കിയോ കമ്പ്യൂട്ടർ കൊടുത്തോ ഒന്നും ആളുകളെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കില്ല. അതൊരു കമ്മ്യൂണിസ്റ്റ് അന്ധവിശ്വാസമാണ്. ദാറ്റ് ഫെയിൽഡ് എവരിവെയർ when it was employed, whether it is in Russia or whether anywhere. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ നോക്കിയാലും മനസ്സിലാവും മതപരമായി പുറത്തു വരിക എന്നുള്ളത് ശരിക്കും ചിന്താപരമായ ആളുകളെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് മസ്തിഷ്കപരമായ ഒരു പ്രക്രിയയാണ്. അല്ലാതെ ഇത്തരത്തിലുള്ള പാസ്പോർട്ട് പിടിച്ചു വെച്ചുകൊണ്ടോ പുറത്തു പോകാത്തതുകൊണ്ടോ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരമുള്ളിടത്തോളം കാലം ഈ പെർസിക്യൂഷൻ തുടരും. ജനങ്ങൾ അച്ചടക്കമുള്ളവരായിട്ട് തന്നെ നിൽക്കും. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ സിൻജിയാങ്ങിലെ മൊത്തം മോസ്കുകളിൽ 1/3 മോസ്കുകൾ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഒന്നിൽ വേറെ എന്തെങ്കിലും മാർഗത്തിനായിട്ട് ഉപയോഗിക്കുന്നു, വളക്കടയായിട്ടോ ലൈബ്രറി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോറൂമുകളായിട്ടോ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ സമ്പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്നു. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ ഇത് തന്നെയാണ് സോവിയറ്റ് യൂണിയനിൽ നടന്നത്. 25,000 മോസ്കുകളാണ് നശിപ്പിച്ചത്, അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക. പക്ഷെ ഇതൊരു പരിഹാരമല്ല. ഇങ്ങനെയല്ല മതത്തെ നേരിടേണ്ടത്. ഒരുപക്ഷെ മതത്തെ നേരിടുന്നതിൽ ഏറ്റവും മോശമായ, ഏറ്റവും എന്താ പറയുക, അയഥാർത്ഥമായ ഒരു രീതിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൺസേൺ അതല്ല യഥാർത്ഥത്തിൽ. എൻ്റെ കൺസേൺ അവിടുത്തെ മനുഷ്യാവകാശ ലംഘനമാണ്. ഏത് ജാതിയിലോ ഏത് മതത്തിലോ പെട്ട ജനത ആയിക്കോട്ടെ, അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ, അവകാശങ്ങൾ, പ്രിവിലേജസ് ഇതെല്ലാം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ ഭരണകൂടം വരുന്നത്. ഇതിനെയാണ് നമ്മൾ അക്ഷരം തെറ്റാതെ ഭരണകൂട ഭീകരത എന്ന് വിളിക്കേണ്ടത്. ഭരണകൂടം അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാടുകയാണ്. നിങ്ങളുടെ പാസ്പോർട്ട് വന്നാൽ നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങൾ വേറെ എവിടെ ഈ വീഗ മുസ്ലിംസ് ചൈനയുടെ മെയിൻലാൻഡിൽ എവിടെ സഞ്ചരിച്ചാലും അവരെക്കുറിച്ച് അങ്ങേയറ്റം സസ്പീഷനാണ്, ഡൗട്ടാണ്. അവർ കള്ളന്മാരും ഭീകരവാദികളും അവർ എന്തൊക്കെയാണോ നമ്മൾ ആരോപിക്കുന്നത്, ഇസ്ലാമോഫോബിയയുടെ ഒക്കെ പേരിൽ ആരോപിക്കുന്നത്, അത് ചൈനീസ് സമൂഹത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഇതിന് മതത്തിന് വേണ്ടി ഗുസ്തി പിടിക്കുന്ന മതപ്പണിക്കാരും ഇത് കണ്ട ഭാവം നടിക്കുന്നില്ല. മതപ്പണിക്കാരെ സംരക്ഷിക്കുന്നു, അവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്ന ടീമുകളെയും കാണാനില്ല. അതാണ് അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസനം. ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നമസ്കാരം. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു. എസൻസ് റിലീസ് ചെയ്യുന്ന വീഡിയോകൾ എത്രയും വേഗം ലഭിക്കുന്നതിന് ന്യൂറോൺസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.